ഡോക്ടറെ എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2099 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. 26 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ചന്ദ്രനും ചന്ദ്രികയും മാറാവ്യാധികളും രണ്ടാം ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TG മനോജ് കുമാറിന് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ട ഹോമിയോപ്പതി സ്നേഹികളെ, ഈ ക്ലാസ് കാണാനും കേൾക്കാനും എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഡോക്ടർമാർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ചന്ദ്രനും ചന്ദ്രികയും മാറാരോഗങ്ങളും എന്ന് നമ്മൾ എന്താ പറയുക കാവ്യാത്മകമായി പറഞ്ഞ ഒരു വിഷയം. ആ വിഷയത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്, ചന്ദ്രൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മൂൺലൈറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ സയൻസ് ബിഹൈൻഡ് ദാറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും പറയുന്നതിൽ കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പം അതിനെക്കുറിച്ച് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഇല്ല എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മുടെ ലിങ്കിൽ IFPHന്റെ ലിങ്കിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കേൾക്കുക. കാരണം നമ്മൾ ഹോമിയോപ്പതിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, മൂൺ ഫേസസും ഹ്യൂമൻ ബോഡിയും രോഗങ്ങളും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട് ഒക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഈവൻ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് തന്നെ ഒരു സംശയമാണ്, ഇതൊക്കെ മറ്റു ഡോക്ടർമാരുടെ മുമ്പിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളതാണ്. ഈവൻ ജനങ്ങൾക്ക് വരെ വലിയ ധാരണയില്ലാത്തത്. ശരിക്കും രോഗികളായിട്ട് അതിന് അനുഭവമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ ധാരണ ഉണ്ടാവുള്ളൂ. മറ്റെല്ലാവർക്കും ഇത് ശരിയാണോ, ഇതിനകത്ത് എന്ത് സയന്റിഫിസിറ്റിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാവും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അറിവില്ലായ്മ എന്ന് വെച്ചാൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ എന്നല്ല, ഇവൻ മോഡേൺ മെഡിസിനിലെ ഡോക്ടർമാരടക്കം അറിവില്ലായ്മയാണ്. അവര് നമ്മുടെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് സർവ്വതും അറിയാം എന്നുള്ള മിഥ്യാധാരണകൾ മാത്രമാണ് അവർക്കുള്ളത്. ശരിക്കും അറിവില്ലായ്മ തന്നെയാണ്. ശാസ്ത്രത്തെക്കുറിച്ച്, സയൻസിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ ഡോക്ടർമാരുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആകെ ഭൂരിഭാഗം പേർക്കും +2 സയൻസ് നോളജേ ഉള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്. നമ്മളൊരു BSc കാരനോട്, BSc ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഫിസിക്സിനോടോ കെമിസ്ട്രിയോടോ ബയോളജിക്കാരനോട് പോലും നമുക്ക് തർക്കിക്കത്തക്ക രീതിയിലുള്ള സയൻസ് അടിത്തറയില്ല. വെറും +2 അറിവുകളാണ് നമ്മൾക്ക് ഉള്ളത്. പിന്നെ നമുക്ക് പുസ്തകത്തിൽ കിട്ടിയ സാധനങ്ങളാണ് ഉള്ളത്. എന്നിട്ടാണ് നമ്മൾ ഭയങ്കര ശാസ്ത്രീയമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ ഈ മോഡേൺ മെഡിസിൻ അടക്കമുള്ള ആൾക്കാർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് വാദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ സയൻസിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെർമിനോളജീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാറുള്ള ഒരാളാണ്. അത് ഏത് സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ സാധനങ്ങൾ ഞാൻ അപ്ഡേറ്റഡ് ആണ്, കുറെ കൂടി അപ്ഡേറ്റഡ് ആണ്. അപ്പൊ അത് പറയുമ്പോൾ ഇവർക്ക് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും ധാരണയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ സയൻസിൽ ഇപ്പോഴത്തെ ധാരാളം ലോകത്ത്, അല്ലാതെ കേരളത്തിലോ ഇന്ത്യയിലെ കാര്യമല്ല ഈ പറയുന്നത്, ലോകത്ത് തന്നെ ഈ ലൂണ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രന്റെ ഇൻഫ്ലുവൻസ് രോഗത്തെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മോഡേൺ മെഡിസിന്റെ ജേണൽസ് തന്നെ അവ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇവരാരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ജേണൽസ് എത്ര വായിക്കാറുണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അതുപോലെയാണ് ഈ പറയുന്ന കേരളത്തിൽ ഈ ഘോരം വാദിക്കുന്ന ഡോക്ടർമാർ ഒന്നും തന്നെ ഇന്റർനാഷണൽ ജേണൽസ് ഒന്നും നോക്കാറില്ല. അപ്പൊ ഞാനത് എന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നെ ഞാൻ ഈ സെലക്ട് ചെയ്ത വിഷയത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് ഇവിടെ സംശയമുള്ള ഡോക്ടർമാരുണ്ടാവും. അവർക്ക് തന്നെ നോക്കാൻ പറ്റുന്ന ധാരാളം ഹൈലി സയന്റിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സും ഒക്കെ, അതുപോലെ തന്നെ നല്ല റിവ്യൂസ് ഉള്ള മാഗസിൻസിൽ, മെഡിക്കൽ ജേണലുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരം എങ്ങനെ ലൂണയായിട്ട് ചന്ദ്രന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, ചന്ദ്രന്റെ ആകർഷണ ബലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഏതൊക്കെ രോഗങ്ങൾ കൂടുന്നു. നമ്മുടെ പുസ്തകത്തിനകത്ത് ആകെ ഒരു 7-8 രോഗങ്ങളാണ്
പ്രധാനമായിട്ട് ഈ ചന്ദ്രനും പിന്നെ നമ്മുടെ ശരീരത്തിൽ അഗ്രവേഷൻ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ആസ്മ, നിങ്ങൾക്കറിയാലോ, മൂഡ് സ്വിങ്സ്, കൺവേർഷൻസ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, തൈറോയിഡ്, കഫ്, ഇൻസോംനിയ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ നമുക്കിത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ചിന്തിക്കുകയും കൂടുതലായിട്ട് ഇതിനെ തേടി പിടിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ തേടി പിടിക്കുമ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയത്, നമ്മുടെ പുസ്തകത്തിൽ പറയാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഗൗട്ട്, ആർത്രൈറ്റിസ് ആൻഡ് പിന്നെ റിസൾട്ടിന് ആർത്രൈറ്റിസും മൂൺ ഫേസസും തമ്മിലുള്ള റിസർച്ച്, പിന്നെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ നടന്നിട്ടുണ്ട്, പേപ്പറുകളുണ്ട്. പബ്മെഡ് എന്ന് നിങ്ങൾക്ക് അറിയാം, PUB, പബ്മെഡ്. അത് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഡോക്ടേഴ്സ്, ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഈസി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പബ്മെഡ് എന്ന് പറയുന്ന സൈറ്റ്. നിങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. നല്ല റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടാവും. ഹോമിയോപ്പതിന്റെ ഒന്നും അല്ല ഉണ്ടാവാറുള്ളത്, പിന്നെ മോഡേൺ മെഡിസിന്റെ ആണുള്ള പേപ്പേഴ്സാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ ഗൗട്ടും ഈ മൂൺ ഫേസസ് തമ്മിലുള്ള പഠനങ്ങൾ, അതിനെക്കുറിച്ചുള്ള റിസർച്ചുകളാണ്. ആർട്ടറിയൽ ഫിബ്രിലേഷനും, നമ്മുടെ ഹാർട്ടോ ആർട്ടറിയൽ ഫിബ്രിലേഷനും ഇതും തമ്മിലുള്ള റിസർച്ചുകൾ കാണാം. പിന്നെ മൃഗങ്ങളിൽ നടന്നിട്ടുള്ള കുറെ സ്റ്റഡീസിനെ കുറിച്ചിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഈ മൂൺ ഫേസസ് നമ്മളിൽ എഫക്റ്റീവാണ്. പക്ഷേ ഈ മൂൺ ഫേസിന്റെ ഈ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ട് ഏറ്റവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പിന്നെ കുറച്ചു മുമ്പ് ഷാജി സാറാണ് ക്ലാസ് എടുത്തത്. ഷാജി കുടിയാട് സാർ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, സയൻസ് ശരിക്കും, സയൻസ് എന്ന് പറഞ്ഞാൽ സോ കാൾഡ് മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇഗ്നോറന്റ് ആണ്. അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ച്, ശരിയായ ശാസ്ത്രത്തെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ അദ്ദേഹം ക്യാൻസറിനെ കുറിച്ചിട്ട് ചികിത്സിക്കുമ്പോൾ പറഞ്ഞു, ക്യാൻസർ എങ്ങനെ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന് കോസ് പോലും കണ്ടെത്തിയിട്ടില്ല. കോസ് കണ്ടെത്താതെ എങ്ങനെയാണ് മെഡിസിൻ കണ്ടെത്തുക? ഹനുമാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ട്രീറ്റിംഗ് ദ എഫക്ട്സ് ഓഫ് ദ ഡിസീസ് ആണ് അവിടെ നടക്കുന്നത്. ക്യാൻസർ ഉണ്ടെങ്കിൽ ആ മുഴ മുറിച്ചു കളയാം എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. പല മെഡിസിൻസും ക്യൂറബിൾ അല്ലാത്ത മെഡിസിൻ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രത്തെ എങ്ങനെയാണ് സയന്റിഫിക് എന്ന് പറയാൻ പറ്റുക? ഇപ്പൊ നിങ്ങൾക്കറിയാം, കോമൺ ആയിട്ട് ഇപ്പൊ ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും കൺവേർഷൻ ആയാലും ശരി, എപ്പിലെപ്സി ആയാലും ശരി, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ആജീവനാന്തകാലം, ഈവൻ ആസ്മ എടുക്കുക, ആജീവനാന്തകാലം മെഡിസിൻ കഴിക്കുകയാണ്. ആജീവനാന്തകാലം മെഡിസിൻ കഴിക്കുന്ന ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് അത് സയന്റിഫിക് എന്ന് പറയാൻ പറ്റുക? ക്യൂർ ചെയ്യാൻ പറ്റില്ല. ക്യൂർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും? കാരണം അറിയില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് വരുന്നു എന്ന കാരണം അറിഞ്ഞാലാണ് അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഷാജി സാറൊക്കെ പറഞ്ഞു, ഷാജി സാർ ക്യാൻസറിന്റെ കോസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വേറൊരു കൺസെപ്റ്റാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അദ്ദേഹം കോസ് കണ്ടെത്തുന്നു. ആ കോസിനെ ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ രോഗം മാറുന്നു. ആ രോഗം മാറുമ്പോഴാണ് അദ്ദേഹം കണ്ടെത്തിയ കോസ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാതെ പിന്നെ നമ്മൾ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല, ഇന്ന കാരണമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും ആ കാരണത്തിന് വേണ്ടി ചികിത്സ ചെയ്യുമ്പോൾ രോഗം മാറുന്നു എന്നാണ്. ഇപ്പൊ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇത് ചികിത്സിക്കുമ്പോഴും ഈ മൂൺ നമ്മുടെ ശരീരത്തില്, മൂൺ ഫേസിന്, നമ്മുടെ ആ മൂണിന്റെ ആകർഷണ ശക്തിക്ക് നമ്മുടെ ശരീരത്തില് എഫക്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ അംഗീകരിക്കണം. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വേണ്ടത്? നമ്മൾ നല്ല ഒരു ഒബ്സർവർ ആകണം. അത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫിസിഷ്യൻ ഷുഡ് ബി എ കീൻ ഒബ്സർവർ എന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഇത് ഏതാണ് മാസം എന്ന് പോലും ചിന്തിക്കാത്ത, ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പോലും ചിന്തിക്കാത്ത ഡോക്ടർമാരാണ് നമ്മൾ ബഹുഭൂരിപക്ഷം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ തവണയും പറയാറുണ്ട്, മൂൺ ഫേസ് കാണുമ്പോൾ കലണ്ടറിൽ അത് വലുതായിട്ട് അടയാളപ്പെടുത്തി വയ്ക്കും. ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് പറയാറുള്ള കാര്യമാണ്, ഫുൾ മൂൺ ആണ്, ന്യൂ മൂൺ ആണ്, അത് കലണ്ടറിൽ ഒരു വട്ടം, നിങ്ങൾക്ക് കാണാവുന്നിടത്തൊരു കലണ്ടർ ഉണ്ടാവട്ടെ, ആ കലണ്ടറിൽ ഒരു വട്ടം വരച്ച് വെക്കട്ടെ. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് വരുന്ന രോഗങ്ങൾ അതിൽ എത്ര എണ്ണം മൂൺ ഫേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് രോഗി പറയണമെന്നില്ല. കാരണം അവർക്കറിയില്ല ഇത് മൂൺ ഫേസ് ആണോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അതുകൊണ്ട് അവര് വരുന്ന രോഗങ്ങളിൽ ആ ഒരു സിംറ്റം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, മൂൺ ഫേസ് അഗ്രവേഷൻ ആണോ എന്ന് ചിന്തിക്കേണ്ട ചുമതല ഡോക്ടറാണ്. അല്ലാണ്ട് രോഗി ഇന്ന് മൂൺ ഫേസ് ആണ് എന്ന് പറയില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും രോഗിയോട് പറഞ്ഞെന്ന് വിചാരിക്കുക, ഇപ്പൊ നമ്മള് ആസ്മയൊക്കെ ആവുമ്പോ അത് ഫുൾ മൂണിന്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ന്യൂ മൂണിന്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുന്നുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അതിനോട് അടുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അധികം തണുപ്പടിക്കാണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഫക്കെട്ട് അല്ലെ ചുമ കൂടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നല്ല വാർത്ത് ഉള്ള ഡ്രസ്സ് ഒക്കെ ധരിക്കാൻ പറ്റും. ഇപ്പോ ഇപ്പൊ നമ്മുടെ റെപ്പർട്ടറി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്തുള്ള കുറെ കാര്യങ്ങളുണ്ടോ? ഒട്ടാഴ്ച ചെവി വേദനയ്ക്ക് മൂൺ ഫേസ് അഗ്രവേഷനകത്ത് പറഞ്ഞിട്ടുള്ളത് സൈലീഷ്യം പൾസാറ്റിലാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് ചെവിവേദനയ്ക്ക് നമ്മൾ സൈലീഷ്യം പൾസാറ്റിലും കൊടുക്കാറുണ്ട്. പക്ഷെ റെപ്പർട്ടറിയിൽ അഗ്രവേഷൻ മൂൺ ഫേസും സൈലീഷ്യം പൾസാറ്റിലും പറഞ്ഞിട്ടുണ്ട്. ഈ സൈലീഷ്യ സിലിക്കനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലും ഭൂമിയുടെ ഉപരിതലത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നതാണ് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന സിലിക്ക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ആ എലമെന്റിന്റെ ഒരു സാന്നിധ്യം ഹോമിയോപ്പതിയിൽ ഭയങ്കര അത്ഭുതകരമായ കുറെ റിലേഷൻസ് ഉണ്ട്. അത് ഹോമിയോപ്പതി കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ 90ഓളം മെഡിസിൻ പ്രൂവ് ചെയ്ത ഹനുമാൻ പോലും ചിന്തിക്കാത്ത കുറെ റിലേഷൻസ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായ കുറെ കണക്ഷൻസ് കിട്ടുന്നത്. ഈ മെഡിസിന്റെ റിലേഷൻസ് ഒന്നും ആക്സിഡന്റൽ ആയിട്ട് സംഭവിച്ചതല്ല. ഇത് തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സെപ്പിയ നാട്രമോർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർ കോംപ്ലിമെന്ററി ആണെന്ന് പറയുമ്പോൾ ഈ സെപ്പിയ കാണപ്പെടുന്നത് നാട്രമോർ ഏറ്റവും കൂടുതലുള്ള കടലിലാണ്. ഈ ഒബ്സർവേഷൻ വെച്ചിട്ടൊന്നും അല്ല ഈ മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോയത്, അല്ലെങ്കിൽ ഇവര് തമ്മിൽ കോംപ്ലിമെന്ററി ആണെന്ന് കണ്ടുപിടിച്ചത്. നോക്കുമ്പോൾ ഇവര് കോംപ്ലിമെന്ററി ആണ്. ഇവർ തമ്മിലുള്ള വേറെ ബന്ധങ്ങളുണ്ട്. ഇപ്പൊ സൾഫർ കാൽക്കരിയ ലൈക്കോപ്പൊടി നിങ്ങൾക്കറിയാം. സൾഫർ കാൽക്കരിയ ലൈക്കോപ്പൊടിയും പിന്നെ അതിനകത്ത് സൾഫറും കാൽക്കരിയും ഈ മൂൺ ഫേസ് അഗ്രിവേഷൻ നല്ലൊരു മെഡിസിൻ ആണ്. ലൈക്കോപ്പൊടി അതിനകത്ത് പെടുന്നില്ല. സാധാരണ ഇതിന്റെ റെപ്പർട്ടറിയിൽ ഇപ്പൊ വരുന്നില്ല. സൾഫർ കാൽക്കരിയ ലൈക്കോപ്പൊടി അവർ ഓർഡറിലാണ് പോകുന്നത്. നിങ്ങൾ ലൈക്കോപ്പൊഡിയം പ്ലാന്റ്, ലൈക്കോപ്പൊഡിയം ക്ലവേറ്റം എന്ന് പറയുന്ന പ്ലാന്റ് നിങ്ങൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ലൈക്കോപ്പൊഡിയം ക്ലവേറ്റം എന്ന് പറയുന്ന മോസ്, പിന്നെ ക്ലബ് മോസ് എന്നൊക്കെ പറയുന്ന ആ ചെടിയുടെ പൂമ്പൊടി ഒരു മഞ്ഞ പൂമ്പൊടിയാണ്. ഈ മഞ്ഞ പൂമ്പൊടി ഇങ്ങനെ ഒന്ന് ഞൊട്ടിക്കഴിഞ്ഞിട്ട് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പന്തം പോലെ ഒറ്റ ആളി കത്തല്. കാരണം അതിനകത്ത് ഈ ലൈക്കോപ്പൊഡിയത്തിന്റെ ആ പൂമ്പൊടിയിൽ സൾഫറാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. സൾഫർ നമ്മൾ ഗന്ധകം എന്നൊക്കെ പറയുന്ന വെടിമരുന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഗന്ധകമാണ് ഈ ലൈക്കോപ്പൊഡിയത്തിന്റെ പിന്നെ അതിന്റെ പൂമ്പൊടിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ചെടീന്റെ പൂമ്പൊടി ഇങ്ങനെ ഞെട്ടിയിട്ട് തീ കത്തുന്ന കുറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലൈക്കോപോഡിയവും കഴിഞ്ഞതിന് ശേഷം സൾഫർ വരണം എന്നുള്ള ഒരു പിന്നെ ഡോക്ടറിനോ സിഗ്നേച്ചർ പോലുള്ള ഒരു ബന്ധം ഇത് ഈ ഹോമിയോപ്പതി മെറ്റർമെഡിക്ക് കണ്ടുപിടിക്കുന്ന കാലത്ത് ഇത് കണ്ടുപിടിച്ച ആൾക്കാർ പിന്നെ ഡോക്ടർമാര് അത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇവ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കര രസമാണ് ഹോമിയോപ്പതിനെ കുറച്ചുകൂടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഹോമിയോപ്പതി മെഡിസിൻസും ലൂണയും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്, അത് ഏതൊക്കെ ഡിസീസിന് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നോട്ടൊന്നും എഴുതിയിരിക്കണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം താല്പര്യമുള്ളവർക്ക് നോട്ട് എഴുതിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ചെവിവേദനയായിട്ട് വരുമ്പോൾ നമുക്ക് സാധാരണ നിങ്ങൾക്ക് മെഡിസിൻസ് അറിയാലോ, മെർസോളും അതുപോലെ ചമോമില്ലയും ബെർഡോണയും പിന്നെ മുള്ളിനോയിലും മറ്റുള്ള സാധനങ്ങളെല്ലാം ചിന്തിക്കുന്നതിനോടൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മെഡിസിൻ ആയിരിക്കും പൾസാറ്റിലും സൈലീഷ്യം ഒക്കെ. ഈ മൂൺ ഫേസ് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് മൂൺ ഫേസ് അഗ്രിവേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് പിന്നെ സൈലീഷ്യക്കൊക്കെ ഫുൾ മൂണും ന്യൂ മൂണും അഗ്രിവേഷൻ വരുന്ന മെഡിസിൻസ് ആണ്. ലൂണ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സൈലീഷ്യ ആണ് ഒട്ടാൾജിയ ഇൻ മൂൺ ഫേസ് എന്ന് പറയുന്ന മെഡിസിൻ. സൈലീഷ്യം പൾസാറ്റിലെയാണ്. ഇംപെയർഡ് ഒരു ഡിഫിക്കൽട്ടി ഹിയറിംഗ് ആൻഡ് ഫുൾ മൂൺ ഒറ്റ മെഡിസിൻ ഉള്ളൂ, സൈലീഷ്യ മാത്രം. ഈ സൈലീഷ്യന്റെ അക്യൂട്ട് ആണ്, പൾസാറ്റില. അപ്പൊ അക്യൂട്ട് കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൾസാറ്റിൽ ഉപയോഗിക്കുന്നത് ക്രോണിസിറ്റി ഉണ്ടെങ്കിൽ ആ കേസിനകത്ത് നമ്മൾ സൈലീഷ്യ കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇതുപോലെ തന്നെ ഗോയിറ്ററിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് പറഞ്ഞതാണ്, എന്നാൽ ആ ഭാഗം ഒന്നും കൂടി പറയുകയാണ്. ഗോയിറ്ററിന്റെ കേസ് പ്രത്യേകിച്ച് നമ്മള് പിന്നെ പുറമെ നമ്മൾ സ്വെല്ലിങ് വരുന്ന കണ്ടീഷൻസ് വരുന്ന അവസ്ഥയിൽ വിത്ത് എക്സപ്തോൾമിക് ഗോയിറ്റർ ഒക്കെ കണ്ണൊക്കെ തള്ളി വരുന്ന രീതിയിലുള്ള എക്സപ്തോൾമിക് ഗോയിറ്റർ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ഗോയിറ്റർ വിത്ത് എൻലാർജ്മെന്റ് വരുന്ന കണ്ടീഷനകത്ത് പേഷ്യന്റിന്റെ ചില കേസിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം നോർമൽ ആയിരിക്കും. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ദേർ ഇസ് സ്വെല്ലിംഗ് ഇൻ നെക്ക് ആൻഡ് ദ പേഷ്യന്റ് ഈസ് സഫറിംഗ് ഫ്രം, കാരണം അവർക്ക് ആ ഒരു കോസ്മെറ്റിക് പ്രശ്നമാണ്, കഴുത്തിലൊരു മുഴയിരിക്കുന്നു, വെദർ ഇറ്റ് ഇസ് ഹൈപ്പർതൈറോയിഡിസം വാട്ടർ മേ ബി. അപ്പൊ ആ തടിപ്പിരിക്കുന്നതുകൊണ്ട് പേഷ്യന്റ് ആകെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇതൊന്നും മാറ്റാൻ പറ്റുമോ? പക്ഷെ മോഡേൺ മെഡിസിൻ എന്താ പറയാ, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയാം. ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രം ദാറ്റ് പോയിന്റ് ഓൺവേർഡ്സ് അവര് തൈറോണം കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ തൈറോണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ് കഴിക്കേണ്ടത്. നിങ്ങൾക്കറിയാലോ, കാരണം കയ്യിലിരിക്കണ സാധനം കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആജീവനാന്ത കാലം ഈ തൈറോണം കഴിക്കണം. തൈറോണോമിന് ഇപ്പൊ വില കുറവാണ്. പക്ഷേ എന്തെങ്കിലും ഒരു യുദ്ധമോ മറ്റെന്തെങ്കിലും സാഹചര്യം വന്നിട്ട് ഇവർ എത്ര വില കൂട്ടിയാലും ഈ തൈറോയ്ഡ് എടുത്തു കളഞ്ഞ രോഗിക്ക് അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. എക്സ്റ്റേണൽ ആയിട്ട് മെഡിസിൻ കഴിയണം. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എടുത്തു കളഞ്ഞിട്ട് സൗന്ദര്യം കൂട്ടി, പക്ഷെ പിന്നെ ആജീവനാന്ത കാലം മെഡിസിൻ കഴിക്കുകയും പല എക്സ്പെരിമെന്റ് നടക്കുന്നത്, മെഡിക്കൽ ഫീൽഡിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന ഒരു മെഡിസിൻ ആദ്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്നു,
പിന്നെ ഒരു മെൻഷനിൽ ഉപയോഗിക്കുന്നു. പക്ഷെ ഒരു 2-3 വർഷം കൊടുത്തിട്ടാണ് മാക്സിമം കൊടുത്തിട്ടൊക്കെയാണ് മരുന്ന് ഇറക്കുന്നത്. അല്ലാണ്ട് ഒരു രോഗി ഒരു മെഡിസിൻ 20 കൊല്ലം കഴിച്ചാൽ എന്ത് സംഭവിക്കുന്നു ഒരു പഠനവും നടത്തിയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഡയബറ്റീസിന്റെ ഇപ്പൊ മെറ്റ്ഫോമിൻ ആയിക്കോട്ടെ, ഈവൻ പിന്നെ വാട്ടർ ഓൾ ദ മെഡിസിൻസ്, മോഡേൺ മെഡിസിനിലെ മെഡിസിൻസ് ഒന്നും രോഗികൾ 20-30 കൊല്ലമാണ് കഴിക്കുന്നത്. ആ 20-30 കൊല്ലം കഴിക്കുന്ന മരുന്നിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ പിന്നെ കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം കഴിക്കുന്ന ക്വാണ്ടിറ്റി പിന്നെ നിങ്ങൾ വെറും ഒരു 5 ഗ്രാം ആയിക്കോട്ടെ, 5 ഗ്രാം വെച്ചിട്ട് ഒരു 30 കൊല്ലം കഴിക്കുന്ന ക്വാണ്ടിറ്റി, അത്രയും കെമിക്കൽസ് നിരന്തരമായിട്ട് ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ എക്സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവും, കുറേയൊക്കെ മറ്റുള്ള ഫോമിൽ ശരീരത്തിൽ ഉണ്ടാകാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എന്ത് പറ്റുമെന്ന് ഒരു പഠനവും നടന്നിട്ടില്ല. അതിനുശേഷം വരുന്ന ധാരാളം രോഗങ്ങൾ ഇതുകൊണ്ട് വരാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഗോയിറ്റിനകത്ത് ഞാൻ പറഞ്ഞത് വെച്ചാൽ തൈറോയിഡിന്റെ ഫങ്ഷൻസ് എല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ട് മനസ്സിലാക്കേണ്ട, പുസ്തകത്തിൽ പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ TSH ശരീരം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസ് നിങ്ങൾക്ക് അറിയാം. T3 T4 പ്രധാനമായിട്ട് നമുക്ക് അങ്ങനെ ഓർത്താൽ മതി. T3 T4 FT3 FT2 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പിന്നെ പഠിച്ചോളാം. ഇപ്പൊ T3 T4 എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഹോർമോൺസ് ശരീരം തൈറോയ്ഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്നു. ഈ തൈറോയ്ഡ് ഗ്രന്ഥിനെ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TSH ആന്റിരി പിറ്റ്യൂട്ടറി TSH ഉത്പാദിപ്പിക്കുന്നു. അപ്പോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ബയോ ഫീഡ്ബാക്ക് അനുസരിച്ച് തലച്ചോറിന് അറിയുന്നു. തലച്ചോറ് ഉടനെ TSH പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് TSH ഉത്പാദിപ്പിക്കുന്നു. TSH ഉത്പാദിപ്പിക്കാൻ നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി, ഇത്രയും തൈറോയ്ഡ് ഗ്രന്ഥിക്ക് യുവമാരല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർ മടിയന്മാരാണെന്ന് വിചാരിക്കാം. അപ്പോ ആവശ്യത്തിനുള്ള പിന്നെ തൈറോയ്ഡ്സിന് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ T3 T4 ഉണ്ടാവുന്നില്ല. അപ്പോ അവിടുന്ന് ഉത്തരവിടും, നിങ്ങളുടെ ഗ്രന്ഥി കുറച്ച് ഫാക്ടറി കുറച്ച് വലുതാക്കിയിട്ട് സപ്ലൈ ചെയ്യാൻ പറയുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ് ഈ കഴുത്തിനുണ്ടാവുന്ന മുഴ. അങ്ങനെ മുഴ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് സപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രന്ഥിയുടെ വലിപ്പം കൂട്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ ശരീരം തന്നെ മാനേജ് ചെയ്തിരിക്കുന്നു എന്നാണ് നോർമൽ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് വിത്ത് നമ്മുടെ തൈറോയ്ഡ് എൻലാർജ്മെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം അതിനെ മാനേജ് ചെയ്തിരിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, മരുന്നല്ല രോഗം മാറ്റുന്നത്, നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ ശരീരത്തിന് അതിന് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ബയോളജിക്ക് ഏത് രീതിയിലുള്ള നീഡ്സ് ആണ് വേണ്ടത് അതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കെ ഈ ഗ്രന്ഥിയുടെ വലിപ്പം കുറയ്ക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള വർക്കേഴ്സ് മടിയന്മാരായതുകൊണ്ടാണ് ഇവരുടെ ഉത്പാദനം കുറഞ്ഞത്. ഇവന്മാരെ പണിയെടുപ്പിക്കാൻ പറ്റണം. അതിന് നമ്മുടെ മെഡിസിൻസ് പറ്റും. ആ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം നോർമൽ ആയിരിക്കും, ഈ ഗ്രന്ഥിയുടെ വലിപ്പം കുറയിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന മെഡിസിൻസ് നിങ്ങൾക്കറിയാം, ഇൻഡിക്കേറ്റഡ് മെഡിസിൻ തന്നെയായിരിക്കും. ഈ മെഡിസിൻസ് കൊടുക്കേണ്ടത് ഈ ഏത് സ്വെല്ലിങ് കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ഡിക്രീസിങ് മൂണിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ ഫുൾ മൂൺ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ 7 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക. അത് അയഡത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് പറയാറുള്ള. അയഡം CM നാഷിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ രീതിയാണ്. അയഡം CM ആണ് അദ്ദേഹം കൊടുക്കുന്നത്, തുടർച്ചയായിട്ട് കൊടുക്കും. നമുക്കൊക്കെ സിംഗിൾ ഡോസ് CM പൊട്ടൻസി ഒക്കെ തൊടാൻ പേടിയുള്ള ആൾക്കാരാണല്ലോ. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കൊടുത്താൽ എന്തോ സംഭവിച്ചു പോകും എന്നുള്ളതാണല്ലോ നമ്മുടെ പലരുടെയും ധാരണ. പക്ഷെ ഉപയോഗിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്, കാരണം നമുക്കറിയില്ല ഏറ്റവും ലീസ്റ്റ് ക്വാണ്ടിറ്റി മെഡിസിൻ അല്ലേ, ഏറ്റവും ലീസ്റ്റ് ക്വാണ്ടിറ്റി മെഡിസിൻ ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര അപകടമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നാഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രിസ്ക്രൈബറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും, ഗുണ്ടുകൾ കുറവായിരിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ന മെഡിസിൻ കൊടുത്തു, ഒരു രക്ഷയുണ്ടായില്ല. അടുത്ത മെഡിസിൻ കൊടുത്തു, അത് ശരിയായില്ല. അവസാനം ഇന്ന മെഡിസിൻ കൊടുത്തു, ഇന്ന ലോജിക്ക് വെച്ചിട്ട് കൊടുത്തു, ആ മെഡിസിൻ കൊടുത്തപ്പോൾ അത് ശരിയായി എന്ന് പറയും. സത്യസന്ധമായിട്ട് പറയുന്ന മെഡിസിനാണ്, അല്ല ഒരു പ്രിസ്ക്രൈബാണ്. നിങ്ങൾക്കും നാഷണലിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ പുസ്തകങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് നമുക്ക് ഈ ഡിക്രീസിങ് മൂണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ ഗോയിറ്ററിന്റെ വലിപ്പം കുറയ്ക്കാനാണ്. അത്ഭുതകരമായിട്ട് കുറയും. നമ്മൾ വണ്ടടിച്ചു പോകും ഇത് കുറയുന്ന കണ്ടു കഴിഞ്ഞാൽ. അത് പിന്നെ അയഡം നിങ്ങൾക്ക് അറിയാം, അയഡം കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രോമിയം കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ടിപ്പിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻസ് വന്നാൽ ആ മെഡിസിൻ കൊടുക്കുക. അതർവൈസ് വാട്ട് എവർ ദ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ, ആ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ നിങ്ങൾ ഡിക്രീസിങ് മോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒബിസിറ്റിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ടാവില്ല, നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻസ്
അതിപ്പോ കാൽക്കരി കാർബോ, ഗ്രാഫൈറ്റിസോ, ക്യാപ്സിക്കോ, പിന്നെ വട്ടർ മേ ബി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ ഏത് തൈറോയിഡിനോ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ആ മെഡിസിൻസ് ഈവൻ ഫൈറ്റിലൊക്കെ ആയിക്കോട്ടെ, അപ്പൊ അവയൊക്കെ കൊടുക്കും, ഫിയോക്കസ് കൊടുക്കും. ഇതൊക്കെ കൊടുക്കുമ്പോ നിങ്ങൾ ഈ ഡിക്രീസിങ് മോഡിൽ കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ഈ ഗോയിറ്റിന്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരോട് പറയുന്നത്, ഈ ഫുൾ മൂണിന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാസത്തേന് മെഡിസിൻ കൊടുക്കും. ഇന്ന ആ ഒരു കലണ്ടറിൽ അവർ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ന ദിവസം വരാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രിപ്ഷൻ പാടി തന്നെ നമ്മൾ എഴുതി കൊടുക്കും. കൃത്യമായിട്ട് അവരുടെ ഡേറ്റിൽ വരും. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ആസ്മയ്ക്കൊക്കെ അങ്ങനെയുണ്ട്, ഞാനത് പറയാം. അപ്പൊ ഗോയിറ്റിനകത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാവുന്നത് ഈ അയഡം ആണ്. അയഡം CM ആണ് കൊടുക്കുക. ബാക്കിയുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് എക്സ്പേർട്സി അനുസരിച്ച് നിങ്ങൾക്ക് പൊട്ടൻസി പിന്നെ മാറ്റാം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിസിറ്റി എന്നുള്ള വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പൊട്ടൻസി എന്നുള്ളത് നിങ്ങളുടെ സെലക്ഷനാണ്. നിങ്ങൾ ഏത് ആയുധം ഉപയോഗിക്കാൻ എക്സ്പേർട്ട് ആണെന്നുള്ളതാണ്. if the medicine is correct, whatever may be the potency, it will cure. But the condition is that it takes time depending upon the suitability of the medicine or the potency to that patient. അതാണ് മെഡിസിൻ ശരിയാണെന്ന് അറിയാം, ഏത് പൊട്ടൻസി കൊടുത്താലും മാറും. പക്ഷെ ആ പേഷ്യന്റിന്റെ സസെപ്റ്റിബിലിറ്റി എത്രയാണോ അത് നിങ്ങളുടെ അസസ്മെന്റ് ആണ്. അതാണ് പറഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇപ്പോ വാളുകൊണ്ട് ഒരു പെൻസിൽ കൂർപ്പിക്കാൻ ഈസി ആയിട്ടുള്ള ആൾക്കാർ, വാളുകൊണ്ട് പെൻസിൽ കൂർപ്പിക്കുന്ന ആൾക്കാർ പറ്റും. അതേസമയം നമ്മളൊക്കെ സാധാരണ പിന്നെ ഇറേസർ കൊണ്ടോ അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ ബ്ലേഡ് കൊണ്ടോട്ട് കൂർപ്പിക്കാൻ പറ്റും. ഈ ബ്ലേഡ് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ബ്ലേഡ് എടുത്ത് അവന്റെ കൈ മുറിക്കുകയും ചെയ്യും. പെൻസിൽ കൂർപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം കൈയായിരിക്കും മുറിയും. പക്ഷെ ആ ബ്ലേഡാണ് നിങ്ങൾ എക്സ്പെർട്ട് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം. എന്റെ അച്ഛനൊക്കെ ഷേവ് ചെയ്തെന്ന് വെറും ബ്ലേഡ് ഇങ്ങനെ, എന്റെ അച്ഛൻ വെറും ബ്ലേഡ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹം ഷേവ് ചെയ്യുന്നത്. ഞാനിത് കണ്ടിട്ട് തന്നെ ബേജാറാവും. ഇത് എങ്ങനെയാണ്? അത്ര വളരെ ക്ലിയർ ആയിട്ട് അച്ഛൻ ഒരു സാധനം വേണ്ട, കണ്ണാടി നോക്കുക, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വൃത്തിയായിട്ട് ഷേവ് ചെയ്യായിരുന്നു. ഞങ്ങളൊക്കെ തലമുറയൊക്കെ മാറി കഴിഞ്ഞപ്പോ ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്ന ബ്ലേഡ് ഇല്ലെങ്കിൽ നമ്മുടെ താടി എല്ലാവരും മുറിയും. അപ്പോ പിന്നെ അവർക്ക് അതിൽ എക്സ്പേർട്ടാണ്. ആ അച്ഛനോട് ആ സാധനം, അതായത് നഖം അങ്ങനെ മുറിക്കുന്നത്, നല്ല പ്രായമുണ്ട്, മരിക്കുമ്പോ ഒരു 70-80 വയസ്സുണ്ട്. അച്ഛന്റെ നഖമൊക്കെ അച്ഛൻ ബ്ലേഡ് കൊണ്ടാണ് മുറിക്കുക. ഇന്നത്തെ ഏതെങ്കിലും നമ്മളൊക്കെ ഇപ്പൊ 50 കഴിഞ്ഞ ആൾക്കാരെല്ലാം ചെറുപ്പത്തിൽ ബ്ലേഡ് കൊണ്ട് നഖം മുറിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ബ്ലേഡ് എടുത്ത് നഖം മുറിക്കാൻ ധൈര്യം ഉണ്ടോ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഏത് ആയുധത്തിൽ എക്സ്പേർട്ട് ആണെന്നുള്ളത്. അതുകൊണ്ട് ഏത് പൊട്ടൻസി എന്നുള്ളത് ഡസൻ ബോദർ. ഞാൻ പറയുന്ന ഏത് മെഡിസിൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ഉപയോഗിച്ചോ. ഞാൻ ജൂനിവേഴ്സിനോട് പറയുമ്പോൾ അവർ അതിൽ സാർ ആ പൊട്ടൻസി കൂടെ ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു, ഒരു കുഴപ്പമില്ല. നാഷ് പറഞ്ഞിട്ടുള്ള എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നാഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന പൊട്ടൻസി ഞാൻ പറയുന്ന പോലെ ഉപയോഗിക്കൂ, എന്നിട്ട് ഫെയിലിയർ വന്നാൽ എന്നോട് പറയൂ. അല്ലാണ്ട് നിങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും പൊട്ടൻസി ഉപയോഗിച്ച് ഫെയിലിയർ വന്നാൽ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് എന്നാണ് നാഷ് പറയാറുള്ളത്. ഈ പൊട്ടൻസി ഇന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇത് ഫലം കിട്ടും. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എടുത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ കിട്ടും. അതിന് എന്നോട് കുറ്റം പറയരുതെന്ന് പറയും. അപ്പൊ അത്ര സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണ് നാഷ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു നോവൽ വായിക്കുന്ന പോലെ വായിക്കാവുന്നതാണ് നാഷിന്റെ മെറ്റിനെ പഠിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അലോപേഷ്യ ഏരിയറ്റ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അലോപേഷ്യ ഫ്രം ബിയർഡ്, താടിയിലെ രോമം വട്ടത്തിൽ പോകുന്ന അലോപേഷ്യ ഏരിയറ്റ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ അതിന് കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഫിംഗുരസ് മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. SPHINGURUS, ഫിംഗുരസ് മാർട്ടിനസ്. ഈ കേസ് എപ്പോഴും കോമൺ അല്ല, എനിക്കാകെ ഒരു 10 കേസൊക്കെ മറ്റേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ സ്ഫിംഗറസ് ഒക്കെ ഞാൻ പിന്നെയാണ് മേടിക്കുന്നത്. സ്ഫിംഗറസ് മാർട്ടിനസ് എന്ന് പറയുന്നത് ട്രീ പോർക്യൂപ്പിൻ എന്ന് പറയുന്ന മരത്തിൽ കാണുന്ന ഒരു തരം മുള്ളംപന്നീന്റെ ഒരു കുഞ്ഞു രൂപമാണ്. മേത്തൊക്കെ ഇതുണ്ട്. പൊർക്യൂപ്പിൻ എന്ന് പറഞ്ഞാൽ മുള്ളംപന്നി വിഭാഗത്തിൽപ്പെട്ട സാധനമാണ്. അപ്പൊ ട്രീ പോർക്യൂപ്പിൻ എന്ന് പറയുന്ന ഒരു പിന്നെ ജീവിയിൽ നിന്ന് എടുക്കുന്നതാണ് ഈ മെഡിസിൻ സ്ഫിംഗറസ് എന്ന് പറയുന്നത്. ഈ സ്ഫിംഗറസിനകത്ത് ക്ലാർക്ക് ഡിക്ഷണറി ഓഫ് വെറ്ററിനറി മെഡിക്കൽ പറഞ്ഞിരിക്കുന്നത് സ്ഫിംഗറസ് മാർട്ടിനസ് 6th പൊട്ടൻസി അറ്റ് ഇൻക്രീസിങ് മോഡ് ആണ് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് പുസ്തകത്തിൽ കുറെ പുസ്തകങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇൻക്രീസിങ് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലോപേഷ്യ ഏരിയറ്റ് ഓഫ് ദ ബിയർഡിന് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് ക്ലാർക്ക് ഡിക്ഷണറി ഓഫ് വെറ്ററിനറി മെഡിക്കൽ പറഞ്ഞിട്ടുള്ളത്. സ്ഫിംഗറസ് എന്ന് വേണേൽ വായിച്ചു നോക്കുക. ഇത് തലയിലെ മുടി ഒഴിച്ചലിനും താടിയിലെ മുടി ഒഴിച്ചലിനും ഒരുപോലെ ഉപകാരപ്പെടുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സ്ഫിംഗറസ് എന്ന് വെച്ചാല് സ്പെല്ലിങ് പറയാം, അറിയാം ഡോക്ടർ ചോദിച്ചിരുന്നു. SPHINGURUS. ബോറിക്കിന് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, സ്ഫിംഗറസ് മാർട്ടിനസ്. പിന്നെ പീരീഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, യൂട്രസും നമ്മുടെ
മൂന്നുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ശരീരത്തിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും നമ്മുടെ ശ്വാസഗതിയെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വാസഗതിയാണ് ബേസിക് ആയിട്ടുള്ള ഇത്. ആ ചലനത്തോട്, ശ്വാസചലനത്തോടും ശ്വാസത്തിന്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ് വിവരിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എക്സെപ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ ഫങ്ഷനിങ് ഓഫ് ദ യൂട്രസ്. യൂട്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫീമെയിൽ ജെനിറ്റേലിയയിലെ ഫങ്ഷൻസ് ആണ് മാത്രമാണ് ശ്വസനത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തത്. കാരണം ആയുർവേദത്തിന്റെ ഈ നമ്മുടെ യോഗ അനുസരിച്ചിട്ടായാലും ആയുർവേദം അനുസരിച്ചിട്ടാണെങ്കിലും നമുക്ക് ശ്വാസം കൊണ്ട് നമുക്ക് എന്തിനേയും നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ശ്വസനം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, എക്സെപ്റ്റ് മെൻസസ്. മെൻസസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ മെൻസസ് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ ഓഫ് സൺ എന്ന് പറയുന്ന രീതിയിൽ ഇത് ചന്ദ്രന്റെ കൺട്രോളിലാണെന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് 28 ദിവസം ആർത്തവം വരുന്നതെന്നും 280 ദിവസം എന്ന 10 മാസം നമ്മൾ ഗർഭകാലം ആവുന്നതെന്നും ഒക്കെയുള്ള കണക്കുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിനകത്ത് ഇത് യൂട്രസുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കണക്ഷൻസ് ഉള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈനക്കോളജിസ്റ്റുകളുടെ ഫൈൻഡിങ്സ് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും ഈ പലപ്പോഴും ഈ വാവുകൾക്കാണ്. കറുത്തുവാവനും വെളുത്തുവാവനൊക്കെയാണ് കൂടുതൽ പ്രസവങ്ങൾ നടക്കാറുള്ളത്. ഞാൻ പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ മൃഗങ്ങളിൽ ഓവുലേഷൻസ്, പ്രത്യേകിച്ച് പശുവിനൊക്കെ നമ്മൾ ഇണ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവർക്കുള്ള പിന്നെ എന്താ പറയുക ഹീറ്റ് ആവുക എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻസ് അടക്കം നമ്മൾ വാവിനാണ് ഇവ ഇണ ചേർക്കാനൊക്കെ കൊണ്ടുപോകാറുള്ളത്. ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ മെൻസസ് പ്രൊഫ്യൂസ്, അത് ഈ മൂൺ ഫേസിനകത്ത് മെൻസസ് പ്രൊഫ്യൂസ് ആവുന്ന 2 മെഡിസിൻസ്, ഒന്ന് ക്രോക്കസും ഫോസ്ഫറസും ആണ്. ജയലളിത മാഡം ബോറിക് 645 റിലേഷൻഷിപ്പിലുണ്ട്. ഓക്കെ. മെൻസസ് പ്രൊഫ്യൂസിനകത്ത് ക്രോക്കസ് ടൈപ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും, പിന്നെ ബ്ലീഡിങ് റെമഡിയാണ്. ഫോസ്ഫറസും ആണ് മൂൺ ഫേസിനകത്ത് അഗ്രിവേറ്റ് ചെയ്യുന്ന മെഡിസിൻസ്. മെട്രേജിയ ഇൻ ഫുൾ മൂൺ, അതിനകത്ത് ക്രോക്കസും ഫോസ്ഫറസും പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് കാലി ബൈക്കാണ്. ന്യൂ മൂണിലാണെങ്കിൽ സൈലീഷ്യൻ റെസ്റ്റോക്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ റെസ്റ്റോക്സിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല സാധാരണഗതിയിൽ. സൈലീഷ്യൻ റെസ്റ്റോക്സ് ആണ്. ന്യൂ മൂണിൽ മെട്രേജിയ വരികയാണ്. മെട്രേജിയ അറിയാലോ, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ചിലർക്ക് ഓവുലേറ്ററി ബ്ലീഡിങ്ങും, നമ്മൾ ഓവുലേഷൻ സമയത്ത് ചിലർക്ക് ബ്ലീഡിങ് വരാറുണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പൊ ആ ഓവുലേഷന്റെ ബ്ലീഡിംഗ് ആണെങ്കിലും അതിനെ നമ്മൾ ഈ രീതിയിലാണ് നമ്മുടെ റെപ്പർട്ടറിയിൽ ഉണ്ടാവുക ചിലപ്പോൾ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. ഓവുലേഷൻ വളരെ ശക്തമായിട്ട് വരുന്ന ചില ഓവുലേറ്ററി സിംറ്റംസ് വരുന്ന ആൾക്കാരിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണും, ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ സൈലീഷ്യ റെസ്റ്റോക്സ്, ഇതേ സൈലീഷ്യയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെവി വേദനയ്ക്ക് നമ്മൾ സൈലീഷ്യം പൾസാറ്റിലെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുമായിട്ട് മെട്രേജിയിലും ഇതേ രീതിയിലുള്ള സൈലീഷ്യ വരുന്നുള്ള കാര്യം ആലോചിക്കുക. ആസ്മ വേഴ്സ്, അതാണ് കോമണസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം, ആസ്മ. കുട്ടികളുടെ ആസ്മയിൽ ലോകത്ത് പല രാജ്യങ്ങളിലും കുട്ടികളുടെ ആസ്മ മൂൺ ഫേസ് അഗ്രിവേഷൻ ഉണ്ടാകുന്നു എന്ന് ഫൈൻഡിങ്സ് ഉണ്ട്, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പബ്മെഡിൽ അതിനെക്കുറിച്ചുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിന്നെ ന്യൂ മൂണിലും അതുപോലെ ഈ ഫുൾ മൂണിലൊക്കെ അന്തരീക്ഷത്തിൽ മോയ്സ്ചറിന്റെ കണ്ടന്റ് വ്യത്യാസം വരും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത്രയും വലിയ ഭൂമിയിലെ ഇത്രയും ക്വാണ്ടിറ്റി വെള്ളത്തെ 1 മീറ്ററോളം വലിച്ചുയർത്താൻ ചന്ദ്രന്റെ ആകർഷണ ശക്തിക്ക് പറ്റുമെങ്കിൽ 70% 75% വാട്ടറുള്ള നമ്മുടെ ശരീരത്തിലും അതിന്റെ ചെറിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ തലച്ചോറിൽ ഇതുപോലെ തന്നെ 70% വാട്ടറാണ്, ബാക്കിയുള്ള ഭാഗം പ്രോട്ടീനും ഫാറ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. അപ്പോൾ അതിന്റെ മുകളിലൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാന്തത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാന്തിക ശേഷിക്ക് ആകർഷിക്കാൻ, ഒരു വലിയൊരു ഇരുമ്പിനെ ആകർഷിക്കാൻ പറ്റുമെങ്കിൽ ആ ഇരുമ്പിന്റെ പരിസരത്തുള്ള ഇരുമ്പ് അടങ്ങിയിട്ടുള്ള നമ്മളെ അടക്കം ആകർഷിക്കാൻ പറ്റും. പക്ഷെ വലിച്ചടിപ്പിക്കാൻ മറ്റുള്ള സാധനങ്ങൾ, അതിൽ കൂടുതലുള്ള മറ്റുള്ള സാധനങ്ങളോ ആയതുകൊണ്ട് നമുക്ക് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് തെറാപ്പിയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അവര് അയേണ്, ഈ മാഗ്നറ്റ്സ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കും, ഒട്ടിച്ചു വെക്കുകയോ കെട്ടി വെക്കുകയോ അതിന് മുകളിൽ കാലിന്റെ മുട്ടിന് മുകളിൽ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ശരീരത്തില് അയൺ, നമുക്കറിയാലോ സാധാരണ ഫെറോ മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റു പലതിനെ ആകർഷിക്കുന്ന പല മാഗ്നറ്റ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫെറോ മാഗ്നറ്റ് ഫെറസ്, അയണിനെ ആകർഷിക്കുന്ന ശേഷിയുള്ളതാണ്.
നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിനകത്ത് നിങ്ങൾക്കറിയാം ഹീം എന്ന പാർട്ട് അയൺ പാർട്ടാണ്. അയൺ പിന്നെ ആറ്റം, അതിന്റെ അയോണിക് ആയിട്ടുള്ള അയൺ ആണ്, Fe+ ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ശരീരത്തിലെ അയണിനെ ഈ മാഗ്നറ്റിനെ ആകർഷിക്കാൻ പറ്റേണ്ടതല്ലേ? അപ്പൊ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടൂലേ? കാരണം ചുവന്ന രക്താണുക്കളെല്ലാം ആ വഴിക്ക് അങ്ങോട്ട് വരും. അങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യും? സർക്കുലേഷൻ കൂട്ടേണ്ടി വരും. സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ രക്തങ്ങളും ചുവന്ന രക്താണുക്കളും മാത്രമായിട്ടല്ല പോകും. അവർ കൂടുന്ന വഴി വെളുത്ത രക്താണുക്കളെ എല്ലാവരും കൂടെ ആയിട്ട് രക്തത്തോട്ടം കൂടുമ്പോൾ എല്ലാവരും കൂടി പോകും. പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മെറ്റാബോളൈറ്റ്സിനെ ഇവര് വലിച്ചെടുക്കാനോ അവിടെയുള്ള രോഗാണുക്കളെ കൊല്ലാനോ ഒരുപക്ഷെ ഈ മാഗ്നെറ്റോതെറാപ്പിക്ക് പറ്റുമായിരിക്കാം. അതാണ് അവർ നൽകുന്ന എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത് ശരിയായിരിക്കില്ലേ? അപ്പൊ എന്നത് പറഞ്ഞതുപോലെ ചന്ദ്രന് നമ്മുടെ ശരീരത്തിൽ ജലാംശം കൂടുതലുള്ള സമയത്ത് ശരീരത്തിൽ ചില ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈർപ്പം കൂടുന്ന കണ്ടീഷനിൽ വരുന്ന ചില രോഗങ്ങളെ അതിലൊന്നാണ് നമ്മുടെ ആസ്മ. അതുകൊണ്ട് ഈ ആസ്മയും മൂൺ ഫേസുമായിട്ട് കണക്ഷൻ ഈസി ആയിട്ട് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടും, ഞാനത് പറഞ്ഞിരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം മാത്രമല്ല, പ്രഷർ വ്യത്യാസം ഉണ്ടാവും, ഞാനത് പറഞ്ഞിരുന്നു. ഈ ചന്ദ്രൻ ആകർഷിക്കുന്നത് വെള്ളത്തെ മാത്രമല്ല വായുവിനെ ആകർഷിക്കും. നമ്മുടെ മണ്ണിനെ വരെ സെന്റിമീറ്റർ അതിന് ഉയർത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 1 സെന്റിമീറ്റർ ഉയർത്തുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പൊ അത്രയധികം ആകർഷണം ചന്ദ്രനുണ്ടോ? കാരണം ജലത്തെ അത്ര 1 മീറ്റർ ഉയർത്താൻ പറ്റും, വായുവിനെ എത്ര വലിച്ചെടുക്കാൻ പറ്റും? അപ്പൊ വായുവിനെ വലിച്ചെടുക്കുമ്പോൾ ചെറിയ പ്രഷർ ഡിഫറൻസ് മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ അതൊന്നും നമുക്ക് അതിജീവിക്കാനുള്ള ശേഷി നമുക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആസ്മ വേഴ്സറ്റ് ഫുൾ മൂൺ ഏറ്റവും നല്ല മെഡിസിൻ ഒന്ന് സ്പോഞ്ചിയാണ്. സ്പോഞ്ചിയ, സൈലീഷ്യ, മുമ്പേ പറഞ്ഞ സൈലീഷ്യ, അലുമിന, കാൽക്കേരിയ കാർബ്, ഇവയെല്ലാം അന്തരീക്ഷത്തിൽ കോമണസ്റ്റ് ആയിട്ടുള്ള മിനറൽസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒന്നുള്ള ഗ്രാഫൈറ്റിസും സബാഡില്ലയാണ്. അപ്പൊ ഇതിനകത്ത് സ്പോഞ്ചിയ ടിഞ്ചറും 3x ആണ് ഉപയോഗിക്കുന്നത്. ഫുൾ മൂൺ അഗ്രവേഷനകത്ത് ആസ്മയ്ക്ക് നിങ്ങൾ സാധാരണ കഫിനാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ, കോമണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. സ്പോഞ്ചിയ ഉപയോഗിക്കുന്നത് ടിഞ്ചറും 3x ആണ്. സൈലീഷ്യ 6x, അലൂമിന 30, കാൽക്കരി കാർബ് 30 ഒക്കെയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് പറയുന്നത്. ഗ്രാഫൈറ്റിസ് 200, സബാഡില്ല 30. ആസ്മ വേഴ്സറ്റ് ഫുൾ മൂണിന് ന്യൂ മൂണിന് അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. 15 ദിവസം 14 ദിവസം എത്തുമ്പോൾ അപ്പോഴും സൈലീഷ്യയും അലൂമിനിയം തന്നെയാണ് മെഡിസിൻ. പൊട്ടൻസി നേരത്തെ പറഞ്ഞാൽ 30, 6x ഒക്കെ ഉപയോഗിക്കും. അമാവാസി ദിവസങ്ങൾ ആസ്മ വേഴ്സറ്റ് ന്യൂ മൂൺ ആണെങ്കിൽ ഇതേപോലെ സൈലീഷ്യയും അലൂമിനിയം ഉണ്ട്. അതിന്റെ കൂടെ കോസ്റ്റിക്കവും ക്ലമാറ്റിസ് ഇറക്റ്റ. ക്ലമാറ്റിസ് ഇറക്റ്റ നല്ലൊരു മൂൺ മെഡിസിൻ ആണ്. ക്ലമാറ്റിസ് ഇറക്റ്റ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ചു. പിന്നെ ആസ്മ ന്യൂ മൂൺ അഗ്രിവേഷൻ അത് കാൽക്കേരിയ കാർബ് 200, എസ്പെഷ്യലി ന്യൂ മൂൺ ആണ്, കാൽക്കേരിയ കാർബ് 200 ഉപയോഗിക്കും. ഫുൾ മൂണിന് മറ്റുള്ള ചില കണ്ടീഷനകത്ത് കാൽക്കേരിയ കാർബ് 200 ഉപയോഗിക്കാറുണ്ട്. കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ കാൽഷ്യം കാർബണേറ്റ് നിങ്ങൾക്കറിയാം കടലിൽ ഏറ്റവും സുലഭമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. കക്കകളിലൊക്കെ ഉണ്ടാവുന്ന കക്കയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ കടലിൽ കാണുന്ന കാൽഷ്യം അടങ്ങിയ മറ്റൊരു സാധനമാണ് സ്പോഞ്ചിയ. അപ്പൊ ഈ സ്പോഞ്ചിയ TDS ആണ് കൊടുക്കാറുള്ളത്. ഈ സ്പോഞ്ചിയ ഈസ് എ പ്രൊഫലൈറ്റിക് ഇൻ ന്യൂമോൺ അഗ്രിവേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആസ്മ ന്യൂമോണിൽ ഉണ്ടാകുന്ന രോഗികളിൽ സ്പോഞ്ചിയ ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ന്യൂമോൺ അഗ്രിവേഷൻ ഇല്ലാണ്ടാക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്പോഞ്ചിയ ടിഞ്ചർ 5 drops ചുക്കുവെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശ്വാസമുട്ടൽ ന്യൂമോണിൽ ഉണ്ടാകുന്ന അഗ്രിവേഷൻ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഈ ഇപ്പോഴത്തെ ചുമയ്ക്ക് പേഷ്യൻസിനോട് നമ്മൾ കുടിക്കാൻ പറയുന്നത് ചുക്കുവെള്ളം വാമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചുമ കുറഞ്ഞു കിട്ടും. ചുക്കുവെള്ളം കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിഞ്ചിബർ ടിഞ്ചർ ആക്കി കൊടുത്താലും മതി. അത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിക്കാനും പറഞ്ഞാൽ മതി. ഈ നമ്മള് ഹോമിയോപ്പതി മെഡിസിൻസ് ഒരുവിധം സാധനങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കുമ്പോഴേ നമ്മൾ പേഷ്യൻസിനോട് നിങ്ങളുടെ വീട്ടിൽ ചുക്കുവെള്ളം, അത് പേഷ്യൻസിന് ഫോൺ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചുക്കുവെള്ളം എന്ന് പറയാം. അല്ലെങ്കിൽ വീട്ടിൽ ചുക്കുവെള്ളത്തിന്റെ കഥയൊന്നും പറയണ്ട, നേരെ സിഞ്ചിബർ ടിഞ്ചർ കൊടുത്തിട്ട് 5 തുള്ളി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ മതി. നമ്മളെ ചില കേസിനകത്ത് ഇപ്പോ സർക്കാർ ആശുപത്രിയിലെ ചില മെഡിസിൻസ് തീർന്നു പോകും. അപ്പൊ തീർന്നു പോയി കഴിഞ്ഞാൽ ഇപ്പൊ കോൺസ്, വാട്സ് ഒക്കെ വരുമ്പോഴേ നമുക്കറിയാലോ, സാധാരണ നമ്മൾ തൂജ ടിഞ്ചറൊക്കെ എക്സ്റ്റാൻഡായിട്ട് ഇവർക്ക് എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും സ്വന്തം ഇവർ വേറെ എന്തെങ്കിലും കണ്ടെത്തി പിന്നെ അവർ കോൺപ്ലാസ്റ്റർ ഒക്കെ മേടിച്ച് ഒട്ടിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒട്ടിക്കാൻ വേണ്ടി കൊടുത്ത് അവർക്ക് സമാധാനമാവും.
അപ്പൊ തൂജ ടിഞ്ചറൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു സാധനം അലിയൻ സറ്റൈവയാണ്. അലിയൻ സറ്റൈവ എന്താ കാര്യം അറിയാം? ഈ അലിയൻ സറ്റൈവ തന്നെയാണ് ഈ ആൾക്കാര് വാട്സ് പോകാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പി മുക്കിയിട്ട് ഈ അലിയം സറ്റൈവ അലിയൻ സേപ്പയൊക്കെ കാലിന്റെ മുകളിൽ പുരത്താറുണ്ട്, റിസൾട്ടും കിട്ടാറുണ്ട്. ഈവൻ അലോപേഷ്യ ഏരിയറ്റിക്ക് ആൾക്കാർ തേക്കുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി മുറിച്ചിട്ട് തേക്കുക, ചുവന്നുള്ളി മുറിച്ചിട്ടും തേക്കാറുണ്ട്. രണ്ടിനകത്തും അലിയൻ സറ്റൈവ അടങ്ങി അലിസിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് നമ്മൾ ഇത് വീട്ടിൽ നിന്ന് ഇത് മുറിച്ച് തേക്കാൻ പറഞ്ഞാൽ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു അവരുടെ വീട്ടിലിരിക്കുന്ന ചുവന്നുള്ളിക്കായി പോകും. നമ്മൾ കൊടുത്ത മരുന്നിന് ഒരു വില ഉണ്ടാവില്ല. ചുവന്നുള്ളി മുറിച്ച് തേക്കാൻ പറഞ്ഞാൽ ഇവര് ചുവന്നുള്ളി വെച്ചതുകൊണ്ടാണ് ഇവര് പിന്നെ അസുഖം മാറിയെന്നും, അത് മാത്രമല്ല ഇവര് അറിയാവുന്ന എല്ലാ രോഗികളോടും ഈ ചുവന്നുള്ളിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അലിയൻ സേപ്പ ടിഞ്ചർ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അങ്ങ് ഉണ്ടാക്കിക്കൊള്ളുക, പേഷ്യൻസിന് കൊടുക്കുക. അലിയൻ സറ്റൈവ ആയാലും നമുക്ക് സ്വന്തം ഉണ്ടാക്കാം, ഇല്ല പൈസ കൊടുത്ത് മേടിച്ചിട്ട് ആ ടിഞ്ചറാൻ കൊടുത്താൽ മതി. അതുപോലെയാണ് കൊളസ്ട്രോളിന് നമ്മൾ കുർക്കുമ ലോങ്ങിയും അലിയൻ സറ്റൈവയും ആണ് ഏറ്റവും നല്ല ടിഞ്ചറുകൾ എന്ന് വെച്ചാൽ ബ്ലൈൻഡ്ലി കൊടുക്കുന്നത്. അതൊന്ന് ഫിസിയോളജിക്കൽ ആക്ഷൻ മാത്രമാണ്. അത് സത്യം പറഞ്ഞത് ആയുർവേദത്തിന്റെ ഒരു ഉപയോഗക്രമമാണ് വെളുത്തുള്ളിയും മഞ്ഞളും എന്ന് പറയുന്നത്. ഈ വെളുത്തുള്ളിയും മഞ്ഞളും നമ്മൾ പേഷ്യൻസിനോട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു ദം ആൻഡ് യു ബെറ്റർ ടു ഗിവ് അലിയം സറ്റൈവ ടിഞ്ചർ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുർക്കുമ ലോങ് ടിഞ്ചർ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ മാനേജ് ചെയ്യാൻ വേണ്ടി എല്ലാം വിത്ത് ഇൻഡിക്കേറ്റർ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്യാഫർ ടിഞ്ചർ, ഗ്രൈൻഡിയിലെ ടിഞ്ചർ, ഇവയൊക്കെ ഈ ആസ്മ, ന്യൂമോൺ ആസ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്യാംഫർ ടിഞ്ചറിന് കുറെ അത്ഭുത ശേഷിയുള്ള സാധനങ്ങളാണ് കേട്ടോ ക്യാംഫർ. പക്ഷേ ക്യാംഫർ നമ്മൾ പറയാവുന്ന ലാസ്റ്റ് അവസാന കൈയായിട്ട് ക്യാംഫർ ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും നല്ലത്. കാരണം ക്യാംഫർ മറ്റുള്ള മെഡിസിൻസ് ആൻഡോട്ട് ചെയ്യുന്നത് മാത്രമല്ല, ക്യാംഫർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പുറം പിന്നെ വേറെ മെഡിസിൻസ് ആക്ട് ചെയ്യാൻ കുറച്ച് വിഷമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഒരു 70-50 വയസ്സുള്ള ആൾക്കാരുടെ അടുത്താണ് ഇത് പ്രയോഗിക്കുക. കാരണം അവർക്ക് മറ്റുള്ള മെഡിസിൻസ് അത്ര സസെപ്റ്റിബിലിറ്റി കുറവായിരിക്കും, പക്ഷെ ക്യാംഫർ പ്രവർത്തിക്കും. അപ്പൊ ക്യാംഫറസ് ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കും. റെസ്റ്റോക്സ് ആർണയ്ക്കോ മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പറ്റുന്നല്ലാത്ത കേസുകളിലാണ് ക്യാംഫറസ് ഓയിൽ കൊടുക്കാനും ക്യാംഫർ ടിഞ്ചർ കൊടുക്കാനൊക്കെ പരിശ്രമിച്ചാൽ മതി. പക്ഷെ അത്ഭുതകരമായിട്ടുള്ള കുറെ എബിലിറ്റി ഉള്ളതാണ് ഈ ക്യാംഫർ. അതുകൊണ്ട് അവസാന കൈ ആദ്യം എടുത്തിട്ട് ഉപയോഗിക്കരുത്. പിന്നെ കഫ്, സാധാരണ കഫ്, അത് ഇതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്താണ് കഫ് വരിക. കണ്ടിന്യൂസ് കഫ് പേഷ്യന്റിന് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, റിമൈനിങ് സിറ്റിംഗ് പൊസിഷൻ, കിടക്കാൻ പറ്റാത്ത രീതിയിൽ. വേഴ്സ് ഇൻ ഇൻക്രീസിങ് മൂൺ എന്ന് വെച്ചാൽ ഇൻക്രീസിങ് മൂൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂ മൂൺ കഴിഞ്ഞിട്ട് മൂൺ പതുക്കെ എൻലാർജ് ചെയ്യുന്ന ആ സമയത്ത് വരുന്ന കണ്ടീഷൻ ഫെലാൻഡ്രിയം എന്ന് പറയുന്ന മരുന്നാണ്. ഫെലാൻഡ്രിയം, PHELLANDRIUM, ഫെലാൻഡ്രിയം. ആ മെഡിസിൻസ് ആ മെഡിസിനാണ് ഏറ്റവും അങ്ങനെ തന്നെ കഫ്, ഈ മൂൺ ഫേസ് അഗ്രിവേഷൻ, അത് ന്യൂമോൺ അഗ്രിവേഷൻ അത് പറഞ്ഞിട്ടുള്ളത്. അത് ടിഞ്ചർ ആണോ? അല്ല 30. ഈ ടിഞ്ചേഴ്സ് അധികം ഉണ്ടല്ലോ ബ്ലൈൻഡിൽ ഇൻഡിക്കേഷൻ ഇല്ലാതെ വരുന്ന കേസിനകത്താണ് ഈ കണ്ണുടച്ചിട്ടൊക്കെ അതിനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഇതുപോലെ മൂൺ ഫേസ് എന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഫെലാൻഡ്രിയം അക്വാട്ടിക്കം, വാട്ടർ ഡ്രോപ്പ് വോട്ട് എന്നാണ് പേര്. അത് കഫിൻ, തൈസിസ്, ബ്രോങ്കൈറ്റിസ്, എംഫസിമാലൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്. വെള്ളത്തിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ് വാട്ടർ ഡ്രോപ്പ് വാട്ടർ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഫെലാൻഡ്രിയം അക്വാട്ടിക്കം. അക്വ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നുള്ള അർത്ഥം. ഫെലാൻഡ്രിയം അക്വാട്ടിക്കം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. കണ്ടിന്യൂസ് ഹാക്കിംഗ് കഫ് ഡ്യൂറിങ് ഫുൾ മൂൺ, അത് സബാഡില്ലയാണ്. സബാഡില്ലിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. അത് ആസ്മയിൽ തന്നെയാണ് സബാഡില്ല പറഞ്ഞത്. സബാഡില്ല 30. എക്സ്പെക്ടേഷൻ ബ്ലഡി, ഫുൾ മൂണിനകത്ത് എക്സ്പെക്ടേഷൻ ബ്ലഡി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കാലി നൈട്രിക് ആണ്. പിന്നെ ഞാൻ ഒബിസിറ്റിന്റെ കേസ് പറഞ്ഞിരുന്നു. ഒബിസിറ്റി കേസിനകത്ത് എന്താണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻ മെഡിസിൻ എങ്കിലും ആ മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. ആ മെഡിസിൻസ് ഡിക്രീസിങ് മൂണിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ ഫുൾ മൂണിന്റെ പിറ്റേ ദിവസം മുതൽ 8 ദിവസം തുടർച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി പറയാം. പിന്നെ ആ മെഡിസിൻ കൊടുക്കരുത്. പിന്നെ നിങ്ങളുടെ ഇന്റർകറന്റ് ആയിട്ടുള്ള മെഡിസിനോ പ്ലാസിബോയോ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ പിറ്റേ മാസം ആ സമയത്താണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഒബിസിറ്റി അത് പ്ലാസ്റ്റിക് മെഡിസിൻ ഞാൻ പറഞ്ഞിരുന്നു. ഗള്ളാവറിന്റെ പ്ലാസ്റ്റിക് മെഡിസിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ്.
ഈ സ്വെല്ലിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ, സ്വെല്ലിംഗ് അല്ല, നമ്മൾ ഒബിസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. നമ്മുടെ സിന്തസിസ് റെപ്പർട്ടറി സിന്തസിസിന് വേംസ് ഇൻ ഫുൾ മൂൺ അഗ്രവേഷൻ, അതിനകത്ത് സൾഫറും കാൽക്കേരിയും ആണ്. പിന്നെ സിനയുണ്ട് എന്തായാലും, സൾഫർ, കാൽക്കേരിയം, ചൈന, ഫെറം, ഇവയാണ് ഫുൾ മൂൺ. നിങ്ങളൊരു കുട്ടീനെ പിൻവേംസ് ആയിട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അത് ഫുൾ മൂൺ ആണെങ്കിൽ, അത് ഫുൾ മൂൺ ആണെന്ന് ഡോക്ടർക്ക് ഓർമ്മയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫുൾ മൂൺ ആണ് എങ്കിൽ, ഫുൾ മൂൺ ദിവസം വരുന്ന കേസുകളെല്ലാം ഫുൾ മൂൺ ആണ്ട് ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഫുൾ മൂൺ മെഡിസിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനകത്ത് ഞാൻ ആദ്യകാലത്ത്, ഞാനിപ്പോൾ ഏകദേശം 30 വർഷമായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ആദ്യകാലത്ത് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഈ ഫുൾ മൂൺ മെഡിസിൻസ് ഒരു ടേബിളിൽ, ഒരു പേപ്പറിൽ എഴുതി വെക്കും, ന്യൂ മൂൺ മെഡിസിൻസ് എഴുതി വെക്കും. ഇതൊക്കെയാണ് മനസ്സിൽ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് വിന്റർ റെമഡീസ്, എനിക്ക് വിന്റർ റെമഡീസിന്റെ ഒരു കിറ്റ് പോലെ ഉണ്ട്. അതുപോലെ സമ്മർ റെമഡീസ്, ഇടിമിന്നലുള്ള സമയത്തുള്ള മെഡിസിൻസ് ഉണ്ട്, മഴയത്തുള്ള ഇതുണ്ട്. ഈ മെഡിസിൻസിന്റെ ഈ പേര് നമുക്ക് കൃത്യമായിട്ട് ആ ലിസ്റ്റ് നമ്മുടെ ടേബിളിൽ പുറത്തുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈവൺ ഒരു വാട്സ് വന്നു കഴിഞ്ഞാൽ പോലും, മഴക്കാലത്ത് ഒരു നല്ല ഹെവി റെയിൻ ഉള്ള സമയത്ത് ഒരു പേഷ്യന്റ് വാട്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും, ഞാൻ അപ്പൊ താഴോട്ടൊന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ നമ്മൾ തൂജി എല്ലാം കാണുന്നത് ഡെൽ ക്യാമറയാണ്. കാരണം എന്തുകൊണ്ട് ഈ പേഷ്യന്റ് ഇത്രയും കാലം ഉണ്ടായിട്ട് ഈ മഴക്കാലത്ത് വന്നു? മഴക്കാലത്ത് എന്തോ പേഷ്യന്റിന് അഗ്രവേഷൻ തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ കോസ്റ്റിക്കോ അല്ലെങ്കിൽ തൂജി ഒന്നും ചിന്തിക്കരുത്, തിങ്ക് അബൌട്ട് ഡെൽ ക്യാമറ. അതുപോലെ ജോയിന്റ് പെയിൻ, ഞാൻ പറഞ്ഞല്ലോ, നല്ല ഇടിയുള്ള മഴയത്ത് വന്നു, അപ്പൊ റെസ്റ്റോക്സ് അല്ല, റോഡോഡോനെ കുറിച്ച് ചിന്തിക്കണം. കാരണം അത് എഴുതി വെച്ചാലേ ഓർമ്മ വരുള്ളൂ. അപ്പൊ ഇനിയിപ്പോ പിന്നെ ഈ മിന്നൽ നടക്കുന്ന സമയമാണ്, ഫോസ്ഫറസിനെ കുറിച്ചും ഡെൽ ക്യാമറനെ അല്ല ഈ റോഡോഡെൻഡ്രോണിനെ കുറിച്ചും അതുപോലെ മറ്റുള്ള ഇലക്ട്രിക്കൽ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഉള്ള മെഡിസിനെ കുറിച്ചിട്ടും എല്ലാം നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഇതിനകത്ത് ഈ വേംസ് ഇൻ ഫുൾ മൂൺ വന്നു കഴിഞ്ഞാൽ സൾഫർ, കാൽക്കേരിയ, സിന, ചൈന, ഫെറമാണ് ഏറ്റവും നല്ല മെഡിസിൻ. സ്കിൻ കംപ്ലൈൻസ് അഗ്രവേഷൻ ഡ്യൂറിങ് ഫുൾ മൂൺ, അത് സിഫിലിനും ബോവിസ്റ്റയാണ്. ബോവിസ്റ്റ നമ്മള് സ്കിന്നിനകത്ത് പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബോവിസ്റ്റയ്ക്കല്ലേ മറ്റേ എന്താണ്, കത്രിയൊക്കെ പിടിച്ചിട്ട് കൈന്റെ മുകളില് തഴമ്പ് പോലെ അല്ലേ? അപ്പൊ ഈ ബോവിസ്റ്റനെ കുറിച്ചിട്ട് നല്ല രസമുള്ള കുറെ സംഭവം ഉണ്ട്. ഈ ബോവിസ്റ്റനെ കുറിച്ച് അതിന് എന്തോ നല്ലൊരു പേരുണ്ട് അതിന്. സ്കിന്നിനകത്ത് ബ്ലണ്ട് ഇൻസ്ട്രുമെന്റ് ലീവ്സ് ഡീപ്പ് ഇംപ്രഷൻ ഓഫ് ദ സ്കിൻ ആണ്. അത് അധികം കത്രിക പിടിക്കുന്നവർക്ക് അത് കാണുമ്പോഴാണ് നമ്മൾ വരിക. കത്രിക പിടിച്ചിട്ട് വരുന്നതിനൊന്നും ആ തഴമ്പ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൈ വേദന എടുക്കും. അപ്പൊ അതുകൊണ്ട് കത്രിക പിടിച്ച തഴമ്പുകളൊന്നും ടൈലേഴ്സിന്റെ ഒന്നും തഴമ്പ് കളയാൻ വേണ്ടിയിട്ട് നോക്കണ്ട. ആ കത്രിക പിടിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ, തഴമ്പ് വളർന്നിട്ടൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ആവശ്യം വരുന്ന വെച്ചാൽ ചില കുട്ടികൾ പേന പിടിച്ചിട്ട് ഇവിടെ വിരലിന്റെ അവിടെ തഴമ്പ് വരും. പേന പിടിച്ചിട്ട് തഴമ്പ് വന്നാൽ എങ്ങനെ ശരിയാവുക? കാരണം കുട്ടിക്ക് പിന്നെ എഴുതണ്ടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ തഴമ്പ് വരെ കുട്ടികൾക്ക് ആലോചിച്ച് നോക്കണം. നമ്മളെ പോലെ എന്താ പറയുക, ഈ ഗുമസ്തപ്പണി എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ തഴമ്പ് വരുന്നതിന് അത്ഭുതമില്ല. പക്ഷെ അല്ലാതെ ആൾക്കാർക്ക്, ഈ കുട്ടികൾക്കൊക്കെ തഴമ്പ് വരിക, അതുപോലെ ദീർഘകാലം ഇരിക്കാണ്ട് തന്നെ ചിലർക്ക് മുട്ടിന്റെ അവിടെയൊക്കെ തഴമ്പ് വരിക, അങ്ങനെയൊക്കെയുള്ള തഴമ്പ് വരുമ്പോൾ ബോവിസ്റ്റ് ഉപയോഗിക്കാം. ഒരു ട്രേഡേഴ്സ് അങ്ങനെ ഒരു വാക്ക് ഏതൊരു മെറ്റീരിയൽ വായിച്ചു എന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ട്രേഡ് കൊണ്ട് വരുന്ന ഈ സ്കിൻ ഇറപ്ഷനകത്ത് ഈ ബോവിസ്റ്റ ഉപയോഗിക്കാന്നുണ്ട്. അപ്പോ ഈ സംഭവം വച്ചിട്ട് ഒരു ഡോക്ടർ സിമന്റ് അലർജിക്ക് ഈ ബോവിസ്റ്റ ഉപയോഗിക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണല്ലോ, നിങ്ങൾക്ക് സിമന്റ് അലർജി കോമണസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് പലർക്കും. നമ്മൾ പല ഡോക്ടർമാർക്ക് അറിയില്ല ഏതൊക്കെ മെഡിസിൻ കൊടുക്കണമെന്ന്. അതിനകത്ത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അതിപ്പോ ഇപ്പോഴത്തെ വിഷയം അല്ലാതുകൊണ്ട് പറയുന്നില്ല. സിമെന്റ്, ഓരോ ബ്രാൻഡ് സിമെന്റിനും വെവ്വേറെ മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ കുറെ സിമെന്റുകൾ ഉണ്ടല്ലോ. അതിന്റെ കാര്യം അറിയാമോ? സിമെന്റ് എന്ന് പറയുന്നത് അധികം ഒരു കെമിക്കൽ ആഷ് ആണ്. ഇതിനകത്ത് ഓരോ സിമെന്റ് കമ്പനിക്കാരുടെ കെമിക്കൽ ആഷ് വ്യത്യസ്തമായ ഇൻഗ്രീഡിയന്റ് ആണ്. എല്ലാം പല വസ്തുക്കൾ. ആഷ് എന്ന് പറയുന്ന ഏറ്റവും ഉപദ്രവകരമായ എന്തൊക്കെയോ സാധനങ്ങൾ കത്തിയിട്ടുണ്ടാക്കുന്ന ആഷിനകത്ത് വേറെ കുറെ സാധനങ്ങളോട് ചേർത്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോന്നിനും പേസിസി സിമെന്റിന്റെ ആയിരിക്കില്ല, വേറെ ശങ്കർ സിമെന്റിന്റെ. അപ്പൊ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിനനുസരിച്ച് ഏത് ബ്രാൻഡാണ് ഞാൻ പറയാറുള്ളത്, ആദ്യം അവരോട് മുതലാളിയോട് പറഞ്ഞിട്ട് ആ ബ്രാൻഡ് സിമെന്റ് ഒന്ന് മാറ്റാനാ പറയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻസിലൊന്ന്, നമ്മൾ സാധാരണ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള രീതിയിലാണ് അത് കണക്കാക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഈ ബോവിസ്റ്റ എന്നുള്ള കാര്യം ഞാനിപ്പോ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. കാരണം സിമെന്റ് അലർജി നിങ്ങൾക്ക് പലർക്കും വരുന്ന കേസും നമ്മൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അതിനകത്ത് ഒരു മെഡിസിൻ, മറ്റൊന്ന് സിഫിലിനുമാണ്. ക്രസ്റ്റി ഇറപ്ഷൻസ് ബിക്കം വേഴ്സ് ഡ്യൂറിങ് ഫുൾ മൂൺ. ക്രസ്റ്റി ഇറപ്ഷൻസ്, അതിനും ബോവിസ്റ്റ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
അടുത്തത് എന്യൂറസിസ്. അത് പുസ്തകത്തിൽ വളരെ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. സോറിനമാണ് ഒരു മെഡിസിൻ. സോറിനം 200 ഡെയിലി ഉപയോഗിക്കാനാണ്. either 200 or 0/3. പിന്നെ മറ്റൊന്ന് സിനയാണ്. അത് ഇതുപോലെ ഫുൾ മൂൺ അഗ്രേഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ ഒക്കേഷണൽ ആയിട്ട് മൂത്രം ഒഴുകി ഈ ഫുൾ മൂൺ അഗ്രേഷൻ ഉണ്ടെങ്കിൽ അവയാണ് ഉപയോഗിക്കുക, ഈ സോറിനും സിനയും. ഇൻസോംനിയ വളരെ കോമൺ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെക്കുറിച്ച് പിന്നെ കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, സയന്റിഫിക് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു സ്വിറ്റ്സർലൻഡ് സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ തന്നെ അവരുടെ രാജ്യത്ത് സ്വിറ്റ്സർലൻഡിലെ സ്റ്റഡിയിൽ എന്ന് പറഞ്ഞ് ഫുൾമൂൺ സമയത്ത് ആൾക്കാരുടെ ഉറക്കം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് മെലറ്റോണിൻ ആണ്. മെലറ്റോണിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം നമ്മൾ നേരത്തെ പറഞ്ഞ പീനിയൽ ഗ്ലാൻഡ് ആണ്. ഈ പീനിയൽ ഗ്ലാൻഡ് മൂന്നുമായിട്ട് വളരെ ബന്ധമുണ്ടെന്ന് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്, മെലറ്റോണിൻ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പൊ ഇൻസോംനിയ അറ്റ് ഫുൾ മൂൺ, അതിനകത്ത് സൈലീഷ്യം, നക്സോമിക്ക, നാട്രം കാർബ്, സൾഫർ ഇവയാണ് മെഡിസിൻ. പിന്നെ ഒന്ന് ലൂണയാണ്. ലൂണ എല്ലാ കണ്ടീഷനകത്തും പറ്റും കേട്ടോ. ഈ മൂൺ ഫേസിനകത്ത് മൂണാണ് അഗ്രിവേഷൻ ഫാക്ടർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ണടച്ചിട്ട് ഇടയ്ക്ക് ഓരോ ഡോസ് കൊടുക്കാവുന്ന മെഡിസിൻസ് 2 ഉണ്ടാവുക. ഒന്ന് ഈ ലൂണയും ഒന്ന് നമ്മൾ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് എടുക്കുന്ന പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ മെഡിസിനും ആയിരിക്കും. അപ്പൊ ഈ 2 മെഡിസിൻസ് നിങ്ങൾക്ക് ഇന്റർകറന്റ് ആയിട്ട് ഈ മൂൺ ഫേസ് വെദർ ഇറ്റ് ഇസ് ന്യൂ മൂൺ ഓർ ഫുൾ മൂൺ ഇടയ്ക്ക് ഓരോ പിന്നെ കണ്ണു അടച്ചിട്ട് ഒന്ന് വീശുന്നത് ഈ മൂൺ അഗ്രവേഷൻ എന്നുള്ള ആ ഒരു പ്രതിഭാസം ഒഴിവാക്കി കിട്ടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സഹായകമായേക്കാം. ഈ നക്സോമിക്കല് ഇൻസോമിനിയ 2 കണ്ടീഷൻ, ഒന്ന് അല്ലാതെ തന്നെ ഉറപ്പില്ലായ്മ വരും, 2 ക്രാംസ് വരും. നിങ്ങൾക്കറിയാലോ നൊക്ടേണൽ ക്രാംസ്, സ്ലീപ്പ് ക്രാംസ്, രാത്രി ക്രാംസിന് ഏറ്റവും നല്ല മെഡിസിൻസ് നക്സോമിക്കയും കുപ്രവും സ്ട്രിച്ചിനൈനുമാണ്. കുപ്രമെറ്റ് നിങ്ങൾക്കറിയാം ക്രാംസിന്റെ നല്ല മെഡിസിൻ. സ്ട്രിച്ചിനൈൻ എന്ന് പറയുന്നത് നക്സോമിക്കയിൽ നിന്ന് എടുക്കുന്ന ആൽക്കലോയിഡ് ആണ്. നക്സോമിക്കയില് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മിനറൽ കോപ്പർ ആണ്. അത് നിങ്ങൾക്കറിയാമോ? ഞാനത് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോപ്പർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിൻ ആണ് നക്സോമിക്ക. അതുകൊണ്ട് തന്നെ വിറ്റിലിഗോ കേസിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കുപ്രമെറ്റ്. കുപ്രമെറ്റ് നക്സോമിക്ക. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ മെലാനിൻ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുക, മെലാനിന്റെ ഫോർമേഷൻ നിങ്ങൾ ബയോകെമിസ്ട്രി ഒന്ന് നോക്കുക, ഫിസിയോളജി ഒന്ന് നോക്കുക. മെലാനിൻ ഫോർമേഷൻ നടക്കണമെങ്കിൽ 2 സ്ഥലത്ത് കോപ്പർ അയൺസ് വേണം. അപ്പൊ ശരീരത്തില് കോപ്പർ അയൺസ് കുറവാണെങ്കിൽ ഇവർക്ക് വിറ്റിലിഗോ വരും. നിങ്ങൾ ആലോചിച്ചേക്ക്, പഴയ കാലത്ത് നമ്മൾ കഴിക്കുന്ന യെസ് സർ മാഗ്ഫോസിസ് ഓൾസോ ഫോർ ക്രാംസ്. യെസ്, പിന്നെ നമ്മള് ഈ കോപ്പർ നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ അന്ന് നമ്മളൊക്കെ ചെമ്പ് പാത്രത്തിനകത്ത് കോപ്പർ പാത്രം നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് പഴയ കാലത്തെ തലമുറയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ പുതിയ തലമുറ ആയി കഴിഞ്ഞപ്പോൾ കോപ്പറിന്റെ യാതൊരു സാധനങ്ങളും നമ്മൾ ഭക്ഷണ പദാർത്ഥമായിട്ട്, നമുക്ക് കോപ്പർ സാധാരണ അങ്ങനെ ചെടികളിൽ നിന്ന് സുലഭമായിട്ട് കിട്ടുന്നതല്ല. അപ്പൊ കോപ്പർ അടങ്ങിയ സാധനങ്ങൾ നമുക്ക് ഉള്ളിൽ എത്തുന്നില്ല. അപ്പൊ ഒരുപക്ഷെ ശരീരത്തിന് ഈ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോപ്പർ നിർബന്ധമാണ് താനും. അപ്പോ ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് മുഴുവൻ ഈ ഏർലി നമ്മളിപ്പോ പ്രീമച്വർ പിന്നെ ഗ്രേയിങ് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ 40 വയസ്സായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, 40 വയസ്സ് താഴെയുള്ളത്. ഇപ്പൊ അതല്ല, ഇപ്പൊ നമുക്ക് 30 വയസ്സ് താഴെയുള്ളതെല്ലാം പ്രീമച്വർ ആണ്. കാരണം 30 വയസ്സുള്ള എല്ലാവരും നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ പ്രീമച്വർ ഗ്രേയിങ് വരാൻ കാരണം ഇവരുടെ ഫുഡിൽ കോപ്പർ കുറഞ്ഞതല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം അന്നത്തെ പത്ത് നമ്മൾ കോപ്പറില്ല, ഇപ്പൊ നമ്മൾ ഒരു കോപ്പർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഞാൻ വിറ്റ്ലിഗോയ്ക്ക് കൊടുക്കുന്ന ഒരു രീതി കോപ്പർ ചാർജ്ഡ് വാട്ടർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് പിന്നെ വേറൊരു ഹോമിയോപ്പതിന്റെ കൺസെപ്റ്റ് അല്ല. അത് കാരണം ഏത് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപദ്രവമില്ലാത്ത സിസ്റ്റം ഉപയോഗിച്ച് രോഗം മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫിലോസഫി. കാരണം ഞാൻ മോഡേൺ മെഡിസിൻ അലോപ്പതി ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കോപ്പർ ചാർജ്ഡ് വാട്ടർ എങ്ങനെയാന്ന് വെച്ചാൽ കോപ്പറിന്റെ പാത്രത്തിനകത്ത് തലേദിവസം വെള്ളം ഒഴിച്ചു വയ്ക്കുന്നു, എന്നിട്ട് ആ വെള്ളം പിറ്റേ ദിവസം രാവിലെ കുടിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇനി കോപ്പറിന്റെ പാത്രം എന്ന് വെച്ചാൽ പൂജ സ്റ്റോറിലൊക്കെ കിട്ടും. ഇനി ആ കോപ്പർ കിട്ടുന്നില്ല എങ്കിൽ എർത്തിന്റെ കമ്പി, എർത്തിന് ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടാവും, അതൊരു 1 ഫീറ്റ് സാധനം മേടിക്കുക, എന്നിട്ട് അത് ചുരുട്ടി കൂട്ടി ഒരു ഗ്ലാസ്സിനകത്തുക,
എന്നിട്ട് അതിനകത്ത് ദിവസം വെള്ളം ഒഴിച്ച് വയ്ക്കുക, പിറ്റേ ദിവസം കുടിക്കാൻ തരാം. അത് സാധാരണ വിറ്റ്ലിഗോ കേസുകൾക്ക് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഇൻസോംനിയയ്ക്ക് നക്സോമിക്ക നല്ലതാണെന്ന് പറയാനാണ് ഈ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കാല് കയറിപ്പോയതാണ്. സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആൻസൈറ്റി ഫ്രം ഇൻ ഫുൾ മൂണിലാണെങ്കിൽ സൾഫർ ആണ് ഒരു മെഡിസിൻ. അതേസമയം സ്ലീപ്പിനെസ് ആണെങ്കിൽ ന്യൂമൂൺ ആണെങ്കിൽ സെപ്പിയാണ് മെഡിസിൻ. ഞാൻ നേരത്തെ പറഞ്ഞു നാട്രമൂർ ഇതുപോലെ തന്നെ ഈ മൂൺ ഫേസിന് നല്ല ഒരു മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ നാട്രമൂറിന്റെ ബന്ധുവായ സെപ്പിയും ഇതിന് ഉപകാരപ്പെടുന്ന ഒരു മെഡിസിൻ ആകാനുള്ള സാധ്യതയുണ്ട്. നൈറ്റ് മെയർ, രാത്രി പേടി സ്വപ്നം കാണുന്നത് അറ്റ് ഫുൾ മൂണിലാണെങ്കിൽ നാട്രം കാർബാണ് നല്ല ഒരു മെഡിസിൻ. അല്ലാതെ തന്നെ ന്യൂമൂണിലും മറ്റുള്ള മൂൺ ഫേസ് എന്നുള്ള മാത്രമാണെങ്കിൽ അർജന്റനൈട്രിക്കും, കാൽക്കരി കാർബ്, കാഴ്സിനോസിൻ, സൈലീഷ്യ ഇവയൊക്കെയാണ്. സോംനാംബുലിസം, അത് അല്ലെങ്കിൽ തന്നെ സോംനാംബുലിസത്തിന് നല്ലൊരു മെഡിസിൻ സൈലീഷ്യയാണ്. മറ്റൊന്ന് കാലിബ്രോം ആണെന്ന് നിങ്ങൾക്കറിയാം. സോംനാംബുലിസം ഫുൾ മൂൺ ആയാലും ന്യൂമൂൺ ആയാലും സൈലീഷ്യയാണ്, ഒറ്റ മെഡിസിൻ സൈലീഷ്യയാണ്. റെസ്റ്റ്ലെസ്നെസ് ഫുൾ മൂൺ നോക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നൈറ്റ് മെയർ ഫുൾ മൂണിനകത്ത് അല്ല, സ്ലീപ്പിനെസ് ന്യൂമൂണിനകത്ത് സെപ്പിയ പറഞ്ഞു. അത് റെസ്റ്റ്ലെസ്നെസ്സിനും ഫുൾ മൂൺ നാട്രമൂറാണ്. നാട്രമൂർ ഞാൻ അതിനെ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കാനുള്ള എളുപ്പവഴി ഇങ്ങനെയാണ്. നാട്രമൂർ ഏറ്റവും കൂടുതൽ കാണുന്നത് കടലിലാണ്. കടലിനെയാണ് ചന്ദ്രനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അടുത്തത് ഏറ്റവും എല്ലാവർക്കും കിട്ടുന്ന ഒരു കണ്ടീഷനാണ് എപ്പിലെപ്സി, കൺവൽഷൻ, എപ്പിലെപ്സി, അഗ്രിവേഷൻ ഡ്യൂറിങ് ഫുൾ മൂൺ. അത് ഏറ്റവും നല്ല മെഡിസിൻ. അത് ഏറ്റവും കൂടുതൽ കേസ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഇത് എപ്പിലെപ്സി എന്നുള്ളത്. അത് സിഫിലിനം, ബോവിസ്റ്റ, കാൽക്കേരിയ കാർബ്, പിന്നെ നാട്രമൂർ, ലൂണ. ന്യൂമൂൺ ആണെങ്കിൽ ബിഫോറാന, പിന്നെ കാൽക്കേരിയ കാർബ്, കുപ്രമെറ്റ്, കോസ്റ്റിക്കം, കാലിബ്രോം, സൈലീഷ്യ. അപ്പൊ അതിനകത്ത് ബിഫോറാന ഓർക്കാം. ബിഫോറാന പിന്നെ ഈ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന നല്ലൊരു മെഡിസിൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പെട്ടെന്നത് നമ്മളെ പെട്ടെന്ന് സപ്രസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ് ഈ ബിഫോറാന. പെറ്റിറ്റ് മാൽ എപ്പിലെപ്സി എന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രമായിട്ടുള്ള രീതിയിൽ കോച്ചിങ് സിംഗിൾ മസിൽ കൺട്രാക്ഷൻ ഒക്കെ നമുക്ക് ബിഫോറാന ഉപയോഗിക്കും. ബിഫോറാന ഒരു തവളയാണെന്ന് ഒരു തരം തവളയാണല്ലോ, ചൊറിത്തവളയാണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിലുള്ള ചൊറിത്തവളയൊന്നും അല്ല കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ ഓർമ്മ. ബിഫോറാന ഒരു തവളയാണെന്നും തവള ജീവിക്കുന്ന വെള്ളത്തിലാണെന്നും വെള്ളത്തെ പിന്നെ ചന്ദ്രൻ വലിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മുമ്പ് പറഞ്ഞതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ തവളനെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. പിന്നെ കാൽക്കരി കാർബ്, കുപ്രം, പിന്നെ കോസ്റ്റിക്കം, കാലിബ്രം, സൈലീഷ്യ. എൻ്റെ ഒരു റിലേറ്റീവിന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ ഒരു അമ്മാവന്റെ മകൾക്ക് ആദ്യമായിട്ട് ഒരു 13-12 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് ഫിറ്റ്സ് വന്നു. ഞാൻ കോഴിക്കോട് ഹോമിയോ കോളേജിലെ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടിക്ക് ഫിറ്റ്സ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് ഫിറ്റ്സ് വന്ന് ബോധം കിട്ടുന്ന നമ്മൾ ഉടനെ MRI എടുക്കുന്നു, CT എടുക്കുന്നു, സർവ്വത് ഓടുന്നു, അവിടെ ഇവിടെ എല്ലാം. അപ്പൊ എൻ്റെ നാട് കുറെ കണ്ണൂർ ജില്ലയിലാണ്, ഞാൻ പഠിക്കുന്നത് കോഴിക്കോട് ഹോമിയോ കോളേജിലാണ്. അപ്പൊ ഒരു രക്ഷയില്ല. പിന്നെ അലോപ്പതിക്കാര് ആജീവനാന്തകാലം പിന്നെ മറ്റേ മെഡിസിൻ, അവരുടെ മെഡിസിൻ കഴിക്കണമെന്ന് പറയുന്നു. കുട്ടിക്ക് പിന്നെ ഫിറ്റ്സ് ഉണ്ടാവുന്നു. അപ്പൊ പിന്നെ എനിക്ക് അന്നത്തെ കാലത്തൊക്കെ അധ്യാപകരെക്കാൾ, ഇന്നും അങ്ങനെയാണ്, അധ്യാപകരെക്കാൾ ഹോമിയോപ്പതിയിൽ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഹോമിയോപ്പതിയിൽ അധ്യാപകരെക്കാൾ നന്നായിട്ട് ഹോമിയോപ്പതി അറിയാവുന്ന കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മിടുക്കനായ IHMയുടെ ഒക്കെ നേതാവാണ് നമ്മളെല്ലാവരും, കുറെ പേർക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ സജി എന്ന് പറയുന്ന പേരാമ്പ്രയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ സജി എൻ്റെ സീനിയറായിട്ട് ഹൗസ് സർവീസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എൻ്റെ കോളേജിൽ അന്ന് സെട്ട് സാർ ഒന്നും ഞങ്ങളുടെ കോളേജിൽ ഇല്ല കേട്ടോ. സെട്ട് സാറൊക്കെ പിന്നെ ലോങ് ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് സജീനെയാണ് ഏൽപ്പിക്കാൻ വേണ്ടി തോന്നിയത്. ഞാൻ സജിയോട് പറഞ്ഞത്, സജി ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പൊ കോളേജിൽ പേഷ്യന്റ് വന്നു, ഞാൻ ലൈബ്രറിയിൽ ഇരുന്നിട്ട് സജി കേസ് എടുത്തു. സജി കൊടുത്തത് കുപ്രമറ്റാണ്. എനിക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ ബന്ധുക്കൾക്ക് മുഴുവൻ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാക്കിയ കേസാണ്. കുപ്രമറ്റ് സജി 200 ആണ് കൊടുത്തത്. അതിനുശേഷം ആ കുട്ടിക്ക് ലൈഫിൽ ഇതുവരെ ഫിറ്റ്സ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അത്ര എഫക്റ്റീവ് മെഡിസിൻ ആണ് അത്. സജി അത് സെലക്ട് ചെയ്ത ഒരു പോയിന്റ് ഇത് തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടായത് ന്യൂമോൺ അഗ്രിവേഷൻ ആയിരുന്നു. കുപ്രത്തിന്റെ C എന്നുള്ള അക്ഷരം ഓർക്കുക. C ഈസ് സംവാട്ട് ലൈക്ക്
എ ന്യൂ മൂൺ. ഓക്കെ. കൊറിയ. ഡോക്ടറെ നമുക്കിനി 4 മിനിറ്റ് സമയത്ത് അപ്പൊ എന്ത് ചെയ്യും? അടുത്ത് ഇന്നും തീരൂലേ? ഒറ്റ ഇഷ്ടപ്പെട്ട് വെക്കാം ഡോക്ടറെ, ധൃതി വെക്കണ്ട. ഇനിയിപ്പോ തീരാനോ? ഇനിയിപ്പോ കുറച്ച് എന്നാ പറഞ്ഞ് നിർത്താം. ഓക്കെ. നമുക്ക് ഞാൻ ഇന്നിങ്ങനെ കൂടുതൽ തീരുന്നു. ചർച്ചയ്ക്കും സമയം കിട്ടും. നമുക്ക് ഒന്നും കൂടെ വെക്കുന്നത് ഓക്കെ ഓക്കെ നല്ലതാണ്. ഓക്കെ ഓക്കെ. അപ്പോ എന്നെ ഞാൻ മറന്നുപോയ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ പ്രിയപ്പെട്ട എൻ്റെ ഡോക്ടർമാരെ ഓർമ്മിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. നിർത്തുന്നു. താങ്ക് യു. നന്ദി ഡോക്ടറെ. അങ്ങനെ നല്ലൊരു വീണ്ടും ചന്ദ്രനെയും ചന്ദ്രയെ കുറിച്ച് നല്ലൊരു ക്ലാസ് നമുക്ക് ഇന്നും ലഭിച്ചു. ഏതായാലും ഡോക്ടറെ ഇതിന്റെ ബാക്കി ഞങ്ങൾക്ക് തരണം. കുറച്ചും കൂടെ നമുക്ക് സംശയങ്ങളും ഒക്കെ ചോദിക്കാനൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള സമയം കുറവാണല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒരു ഇച്ചിരി സമയം കൂടെ നമുക്ക് വെച്ച് ക്ലാസ്സും ക്വസ്റ്റ്യനും കൂടെ സമയം കൊടുക്കാം. അതെ അതെ. അടുത്ത പ്രാവശ്യം അത്ര ഇല്ല പറയാൻ. ഇനി കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ. ധനേഷ് ഡോക്ടറെ. ശാന്ത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ ഓക്കെ. ഹലോ ഡോക്ടറെ, മാഡം കേക്കാവോ? എന്നതേ പോലെ കേൾക്കാം. ഡോക്ടറുടെ സരസമായ ക്ലാസ്, അതിന് നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഡോക്ടറെ, ഞാൻ ഡോക്ടർ ആയിടം CMന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്കൊന്നും കൂടെ ഒന്ന് ഞാൻ ആഡ് ചെയ്യുക. എൻ്റെ അനുഭവം, ഇനി ലംബ്, ബ്രസ്റ്റ് ലംബോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു വലിയ ലംബ് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ മൂൺ, വെയിനിങ് ഓഫ് മൂൺ, അവിടെ ഫൈറ്റിലൊക്കെ CM കൊടുത്തിട്ട് എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഫൈറ്റിലേക്ക് സ്ക്രോഫിലേറിയ നോഡോസി അങ്ങനെ പറയും മാഡം. ഫൈറ്റിലൊക്കെ CM ആണ് കൊടുത്തിരിക്കുന്നത്. അത് എത്ര ഡോസ് കൊടുക്കും? 7 days. 7 days. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അല്ലേ? പിന്നെ തൈറോയിഡ് നമ്മള് ഹാർഡ് നോഡ്യൂൾസ് വരില്ലേ, നമുക്ക് ഹാർഡ് നോഡ്യൂൾസിന് അതിന് ഇതുപോലെ തന്നെ ബ്രോമിയം കൂടെ കൊടുത്താൽ നല്ലതാണ്. ബ്രോമിയം പക്ഷെ ഞാൻ 10 ml. ബ്രോമിയം 10 ml 7 ഡോസ് അല്ലേ? അതെ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്ന ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പേടി തൊണ്ടന്മാരായ ജൂനിയേഴ്സ് കേൾക്കുക. നമ്മുടെ കൂടെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ മാഡം, താങ്ക് യു. ഡോക്ടർ ബോവിസ്റ്റയുടെ കാര്യം പറഞ്ഞില്ലേ? ബോവിസ്റ്റ കോസ്മെറ്റിക്സ് കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സിന് ബോവിസ്റ്റ നല്ല മെഡിസിനാണ്. താങ്ക് യു. ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നുണ്ട്. പിന്നെ സിമന്റ് അലർജിക്ക് സിമന്റ് തന്നെ 30 കിട്ടും ഡോക്ടറെ. സിമന്റ് 30 ഉണ്ട് അല്ലേ? അതെ അതെ. ഞാനിതുവരെ മേടിച്ചിട്ടില്ല, മേടിക്കാലോ. സിമന്റ് കൊണ്ടുള്ള അലർജിക്ക് നമ്മൾ സ്കിൻ കംപ്ലൈന്റിന് സിമന്റ് 30 വളരെ എഫക്റ്റീവ് ആണ്. താങ്ക് യു. മേടിക്കാം. ഞാൻ ബാക്കിയുള്ള സാധനം കൊണ്ട് ഒപ്പിച്ചോണ്ടായിരുന്നേ. ശരി ഡോക്ടറെ, അപ്പൊ ഇത്ര എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വളരെ വളരെ നന്ദി. കാരണം ഇങ്ങനെ കിട്ടുന്ന ഓരോ മുത്തുകളല്ലേ ഞങ്ങളെയൊക്കെ ജീവിതമാക്കി പിടിച്ചു നിർത്തുന്നത്. ഏതായാലും ശാന്തചന്ദ്രൻ മാഡം മനോജ് ഡോക്ടർക്ക് കുറച്ചും കൂടെ ധൈര്യം പറഞ്ഞു. ആദ്യം പറഞ്ഞത് ശാന്തമ്മ പറയുന്നത് നമുക്ക് എത്ര വാല്യുബിൾ ആയിരിക്കും. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ നിന്ന് കിട്ടുമ്പോഴല്ലേ ചെയ്യുന്നതേ പറയാവുള്ളൂ ഡോക്ടറെ. നമ്മൾ ചെയ്യുന്നത് അല്ല, അതുകൊണ്ടാണ് എക്സ്പീരിയൻസ്. അമ്മയുടെയൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ നിങ്ങളൊക്കെ ചെയ്ത കാര്യം. നമുക്ക് ഈ പല മിടുക്കന്മാരായ ഡോക്ടർമാർക്ക് പഠിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ IFPHന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഗുണം എന്താ അറിയാമോ? നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ ഈസി ആയിട്ട് പറയുന്നു. പലരും പറയുന്നു. ഇവരാരും പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ എക്സ്പെർട്ട് ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ആ അറിവുകളിലുള്ള സത്യസന്ധത നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് മുഴുവൻ നമുക്ക് വർത്താണെന്നുള്ളതാണ്. അല്ല, ചിലർക്ക് തെറ്റായിട്ട് തോന്നാം. പക്ഷെ നമ്മുടെ ശരി എന്താണ് അത് നമ്മൾ പറയാം. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ എക്സ്പീരിയൻസ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന്റെ ശരി എത്ര ഉണ്ട് എന്ന് നമ്മുടെ ജീവിതത്തിലെ വിജയം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്ര ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികളോട് പറയുന്നത്, ആ പൊട്ടൻസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്ന പോലെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. നന്ദി ശാന്തേന്ദ്ര മാഡം. ശരി, ഓക്കെ, താങ്ക് യു. അതിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് നമുക്ക് നാളെ 2100-ാം ദിവസമാണ്. 100-ാമത്തെയാണ്.
അങ്ങനെ ഒരു വലിയ ദിവസമാണ് നാളെ. നാളെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രത്യേക പരിപാടിയുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ ഫൈസൽ ഖാൻ, അത് നിംസ് മെഡിസിറ്റിയിലെ MD ആണ്. അതുപോലെ ആശംസയ്ക്കായിട്ട് സലാഹുദ്ദീൻ സാറ്, പ്രൊഫസർ സതി മാണിക്യം, വേണുഗോപാൽ റെഡ്ഡിയാർ ഡോക്ടർ, അതുപോലെ ഡോക്ടർ R. അമർ ബോധി, പ്രൊഫസർ ഡോക്ടർ ലുബൈന, ഡോക്ടർ സാജൻ എഡിസൺ എന്നിവരും വരുന്നുണ്ട്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ സൈഡ് സാറാണ്. എല്ലാവരും നാളത്തെ ഈ പരിപാടിയിൽ പ്രത്യേകം പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഡോക്ടറെ, മലയാളത്തിലുള്ള പോലെ തന്നെ നാളെ ഇംഗ്ലീഷിൽ നമ്മുടെ മലയാളിയായ ഡോക്ടർ പ്രീത കെ കിഴക്കൂട്ടിൽ, ഡോക്ടർ അഡ്വൈസർ ഓഫ് ഹോമിയോപ്പതി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് ഇംഗ്ലീഷ് സെഷന്റെ ഇനോഗ്രേഷൻ. അപ്പോൾ തീർച്ചയായും 2 പരിപാടിക്കും എല്ലാവരും എത്തണം. കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ആഘോഷങ്ങൾ, ഈ പരിപാടികളെല്ലാം നമ്മൾ നടത്തുമ്പോൾ ആഘോഷങ്ങൾക്ക് പ്രസക്തിയുണ്ട്. VIP-കളായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വേദിയിൽ വരും. അപ്പൊ ഇതൊരു ശുഷ്കമായ വേദിയാണെന്ന് ആർക്കും തോന്നരുത്. ഇന്നിപ്പോ മനോജ് ഡോക്ടറെ ക്ലാസ് വെച്ചതുകൊണ്ട് 45ഓളം ആൾക്കാർ എത്തിയിരുന്നു. അപ്പൊ അതുപോലെ ഓരോ ദിവസവും നിങ്ങൾ ഒന്ന് കയറിയെങ്കിലും വേണം. അങ്ങനെ വന്നെങ്കിലാണ് നമ്മുടെ പരിപാടി വളരെ ലവ്ലി ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടത്തിപ്പുകാർക്ക് ഇതൊരു മുരടിപ്പായിട്ട് തോന്നും. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ ഡോക്ടറെ വിളിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒത്തിരി തിരക്കാണ്, എന്നാലും ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർമാരെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ്റെയും നമ്മുടെ ഈ പാർട്ടിസിപ്പേറ്റിൻ്റെ ഒരു എഫക്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും നിങ്ങൾ ഇതെന്ത് കേൾക്കാൻ എന്ന് കരുതി മാറി നിൽക്കാതെ എല്ലാം ഒന്ന് ഓണാക്കിയെങ്കിലും വെച്ച് കേൾക്കാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതുപോലെ IMBHന് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സാമ്പത്തിക സഹായവും മാസം മാസം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നന്ദി ധനേഷ് ഡോക്ടർ. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ജയലളിത ഡോക്ടർക്ക് നന്ദി പറയാമോ? ഓക്കെ മറിയാം ഡോക്ടറെ, താങ്ക് യു ഫോർ കോളിംഗ് മീ. ആൻഡ് മനോജ് ഡോക്ടർ, എന്നത്തെയും പോലെയും ഇന്നും ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. എനിക്ക് മതിയായില്ല. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം വീണ്ടും ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയോടെ IAPHന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഇവിടെ അറ്റൻഡ് ചെയ്തിരുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി ഡോക്ടർ. ഏതായാലും ചന്ദ്രനും ചന്ദ്രികയും മാറാവ്യാധികളുടെയും 2ാം ഭാഗം ഇന്ന് കഴിഞ്ഞു. ഇത്രയും നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിന് കൂട്ടിച്ചേർത്ത ശാന്താചന്ദ്ര മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.